ആളത്വമാണ് നാം ഒടുവിൽ പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? നാം ആദ്യം നോക്കിയത് യേശുക്രിസ്തുവിൻ്റെ പൂർവാസ്തിക്യം, നിത്യത, അല്ലേ? അതിനുശേഷം നാം കണ്ടത് ക്രിസ്തുവിൻ്റെ ജഡാവതാരം. പിന്നെ നാം ക്രിസ്തുവിൻ്റെ ആളത്വം, യേശുക്രിസ്തുവിൻ്റെ ആളത്വം, ഇതാണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ നാം ശ്രദ്ധിച്ചത് കർത്താവിൽ ദൈവത്തിൻ്റെ എല്ലാ സമ്പൂർണതയും നിറഞ്ഞിരുന്നു. ആ സമ്പൂർണത എന്താണെന്നുള്ളത് നാം കണ്ടു. നമുക്കുള്ള സമ്പൂർണത വ്യത്യസ്തമാണെന്നുള്ളത് നാം ശ്രദ്ധിച്ചു. അത് തമ്മിലുള്ള വ്യത്യാസം ഓർക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം അവിടെ നാം നിർത്തുകയായിരുന്നു, ഒരു മുഖവര ഇട്ട് നാം നിർത്തുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ ആളത്വത്തിന് രണ്ട് പ്രകൃതികളുണ്ടായിരുന്നു, സ്വഭാവങ്ങളുണ്ടായിരുന്നു. മനുഷ്യത്വം എടുത്ത ശേഷമുള്ള കർത്താവിൻ്റെ കാര്യമെന്നാണ് പറയുന്നത്. ആ രണ്ട് പ്രകൃതികൾ, രണ്ട് സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യപ്രകൃതിയും ഉണ്ടായിരുന്നു, അവന് ദൈവപ്രകൃതിയും ഉണ്ടായിരുന്നു. അവൻ ദൈവവും അവൻ മനുഷ്യനുമായിരുന്നു. അവൻ 50% ദൈവവും 50% മനുഷ്യനുമായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ പൂർണ്ണ ദൈവവും അവൻ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അവൻ 100% ദൈവവും അവൻ 100% മനുഷ്യനുമായിരുന്നു. ഒരു കാര്യം തന്നെ രണ്ട് നിലയിൽ എങ്ങനെ 100% നമുക്കറിയില്ല. മനുഷ്യ കണക്കുകളൊന്നും അത് വിശദീകരിക്കാൻ പര്യാപ്തമല്ല. മനുഷ്യ കണക്കുകളിൽ ഒതുങ്ങുന്നതല്ലത്. മനസ്സിലാകുന്നുണ്ടല്ലോ? രണ്ടും 100 എങ്ങനെയാകാം? നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോൾ വ്യക്തമായി കാണുന്നത് അവൻ പൂർണ്ണ ദൈവവും അവൻ പൂർണ്ണ മനുഷ്യനും എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആളത്വത്തിൻ്റെ പ്രത്യേകത അതാണ്. രണ്ട് പ്രകൃതികൾ അതിലുണ്ടായിരുന്നു. സാധാരണ ഇതിനെ ഈ രണ്ട് പ്രകൃതികൾ അവനിൽ ഒന്നായിരിക്കുന്നതിനെ വിഘടിക്കുവാൻ കഴിയാതെ വണ്ണം, അതുപോലെ ഒന്നായി തീരുവാൻ കഴിയാതെ വണ്ണം ഈ രണ്ട് പ്രകൃതികളും അവനിൽ നിലനിൽക്കുന്നതിനെ ഇംഗ്ലീഷിൽ ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് പറയും. ഇംഗ്ലീഷ് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സ്പെല്ലിങ് ഞാൻ പറഞ്ഞുതരാം. HYPO. യേശുക്രിസ്തുവിൽ രണ്ട് പ്രകൃതികളുണ്ട്, അത് പറഞ്ഞ് മനസ്സിലായല്ലോ. ആ രണ്ട് പ്രകൃതികളും ഒന്നായി തീരാതെ, അതുപോലെ വിഘടിക്കാതെ ആ ഒരു വ്യക്തിയിൽ ഒന്നായി നിൽക്കുന്ന, ഒരുമിച്ച് നിൽക്കുന്ന ആ അവസ്ഥയ്ക്ക് ആ ദൈവശാസ്ത്രപരമായി, ക്രിസ്തുശാസ്ത്രപരമായി പറയുന്ന പ്രയോഗമാണ് ഇത്. HYPO, സ്റ്റാറ്റിക്, STATIC, സ്റ്റാറ്റിക്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, UNION, യൂണിയൻ. ഈ ഇംഗ്ലീഷ് പേര് വലിയ പ്രാധാന്യമുള്ളതല്ല, എന്നാൽ ക്രിസ്തുശാസ്ത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു വാക്കാണ്. അതിന് തത്തുല്യമായിട്ടുള്ള മലയാളം എനിക്ക് ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പറഞ്ഞത്. ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ അതെന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. കർത്താവിൻ്റെ രണ്ട് പ്രകൃതിയും ഒന്നായി തീരാതെയും അതേസമയം വിഘടിച്ചു പോകാതെയും ഒരു വ്യക്തിത്വത്തിൽ നിലനിൽക്കുന്ന ആ അവസ്ഥയെ കുറിക്കുന്നതാണിത്. മനസ്സിലായല്ലോ? ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ട് പ്രകൃതികളും എങ്ങനെ ഒരു വ്യക്തിയിൽ, അത് വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നതാണിത്. ഇനിയും ഈ രണ്ട് പ്രകൃതികൾ നമ്മെ കാട്ടുന്ന ചില ഭാഗങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. രണ്ട് പ്രകൃതികളും ഒരേ സമയത്ത് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന പല ഭാഗങ്ങൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. ചിലത് മാത്രം നമുക്ക് നോക്കാം. ലൂക്കോസ് 4-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ലൂക്കോസ് 4-ാം അധ്യായം 29-30 വാക്യങ്ങൾ. പുറത്താക്കി അവരുടെ പട്ടണം പണിയുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടെ കടന്നു. കർത്താവിനെ നസ്രത്തിൽ വെച്ച് നസ്രത്തുകാർ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ്. അതിൻ്റെ ആരംഭം തൊട്ട് വായിക്കുമ്പോൾ കർത്താവ് യഹൂദന്മാരുടെ പള്ളിയിൽ, നസ്രത്തിലെ പള്ളിയിൽ പോകുന്നതും ചുരുൾ, യെശയ്യാ പ്രവാചകൻ്റെ ചുരുൾ അവന് കൊടുക്കുന്നതും അത് വായിച്ച്
ഇത് ഇന്ന് നിവൃത്തിയായി എന്ന് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ അത് പറയുന്നു എന്നുള്ള നിലയിൽ അവരുടെ മുൻപാകെ അവതരിപ്പിക്കുകയും അവർ തൻ്റെ വചനങ്ങളൊക്കെ കേട്ട് പറയുന്ന അവരുടെ പ്രതികരണമൊക്കെ തുടർന്ന് താഴേക്ക് കാണുന്നു. മാത്രമല്ല കർത്താവ് ഇത് തന്നിൽ നിവൃത്തിയായി എന്ന് പറയുമ്പോൾ താൻ മശിഹ എന്നുള്ളത് അവകാശപ്പെടുകയായിരുന്നു. ആ നിലയിൽ അവർ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ദൈവദൂഷണം പറയുന്നു എന്നുള്ള അർത്ഥത്തിൽ അവർ അവനിൽ വിശ്വസിച്ചില്ല. അവർ എങ്ങനെ നശിപ്പിക്കുവാനാണ് ശ്രമിച്ചത്? മലയിൽ നിന്ന് തലകീഴായി തള്ളിയിടുവാൻ. ഇവിടെ രണ്ട് സ്വഭാവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഞാൻ ഇങ്ങനെ വിശദീകരിക്കാം. അവനെ അവർ തള്ളിക്കൊണ്ട് ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി. മുകളിൽ നിന്ന് തള്ളിയിടുവാൻ ശ്രമിച്ചപ്പോൾ, താഴോട്ടിടാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് സാധിച്ചില്ല. അവൻ അവരുടെ നടുവേ കൂടെ കടന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, ഒരു മലയിലേക്ക് തള്ളിക്കയറ്റുവാനാണോ എളുപ്പം, താഴേക്ക് തള്ളിയിടാനാണോ എളുപ്പം? താഴോട്ടിടാനാണ് എളുപ്പം. ഇവർക്കത് സാധിച്ചില്ല. തള്ളി ഒരാളെ മുകളിലേക്ക് കയറ്റാൻ വലിയ പ്രയാസമാണ്. എന്നാൽ അതവർക്ക് സാധിച്ചു. ഏതൊരു മനുഷ്യനെയും തള്ളി മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത് പോലെ അവർ ശ്രമിച്ചത് സാധിച്ചു. എന്നാൽ എളുപ്പമായിട്ടുള്ളത് ചെയ്യുവാൻ അവർക്ക് സാധിച്ചില്ല. മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ്റെ മനുഷ്യത്വവും താഴേക്ക് അവനെ തള്ളിയിടുവാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ്റെ ദൈവത്വവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവവും മനുഷ്യനും. മത്തായി 8-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാട്ട്. മത്തായി 8-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അവർ കടൽ കയറിയപ്പോൾ അവൻ ശിഷ്യന്മാർ കൂടെ ചെന്ന് പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് കടൽ തിരകളാൽ മുങ്ങുമാറാൻ അവനോ ഉറങ്ങുകയായി. അവർ അടുത്ത് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട് അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാനുണ്ട് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തത. ഈ രണ്ട് സ്വഭാവങ്ങൾ, പ്രകൃതികൾ എങ്ങനെ ഇവിടെ നാം കാണുന്നത്? ഏതൊരു മനുഷ്യനെ പോലും ക്ഷീണിച്ചവൻ ഉറങ്ങുന്നു. മനുഷ്യത്വം. അവൻ എഴുന്നേറ്റ് അതേസമയം കാറ്റിനെയും ആ കടലിനെയും ശാന്തമാക്കുന്നു. അടങ്ങുക എന്ന് പറഞ്ഞവ അടങ്ങി. ദൈവത്വം. ഇനി മത്തായി 17:27 നോക്കുക. മത്തായി 17:27. ഇവിടെ കർത്താവ് കഫർനഹൂമിലായിരിക്കുമ്പോൾ അവിടെ പള്ളിയിൽ ആ ചുങ്കം പിരിക്കുന്നവർ, ടാക്സ് പിരിക്കുന്നവർ കർത്താവിൻ്റെ അരികിൽ വന്ന്, അല്ലെങ്കിൽ പത്രോസിൻ്റെ അരികിൽ വന്ന്, കർത്താവ് ആ ചുങ്കം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് വീട്ടിലായിരുന്നപ്പോൾ ചുങ്കം കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അപ്പോൾ ഏത് മനുഷ്യനെ പോലെയും കർത്താവ് ചുങ്കം നൽകി. മനുഷ്യത്വം. എന്നാൽ എങ്ങനെ നൽകിയത്? ഒരു മനുഷ്യനും ചെയ്യാനൊക്കാത്തതുപോലെ. എങ്ങനെ? പത്രോസിനെ വിട്ടു, നീ പോയി ചൂണ്ടയിടുക എന്ന് മാത്രമല്ല, ആദ്യം വരുന്ന മീൻ എടുക്കണം, അതിൻ്റെ വായിൽ ചതുർധർമ്മപ്പണം എവിടെ ഇരിക്കും? അതിൻ്റെ വയറ്റിലല്ല, വായിലിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെവിടെ ഇരിക്കുന്നു എന്നതുപോലും കർത്താവിന് അറിയാമായിരുന്നു. ആദ്യം വരുന്ന മീൻ ഏതാണെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുപോലെ ഈ പത്രോസ് എവിടെ പോയി ഇടുമെന്നുള്ളതും കർത്താവ് നിയന്ത്രിക്കും. എല്ലാം കർത്താവ് നിയന്ത്രിക്കുന്ന അവസ്ഥ നാം കാണുന്നു. അത് കൊണ്ടുപോയി എനിക്കും നിനക്കും വേണ്ടി, നിനക്കും എനിക്കുമല്ല, ഞാൻ ഒന്നാമത്, എനിക്കും നിനക്കും വേണ്ടി ചുങ്കം കൊടുക്കാനായിട്ട് പറയുന്നത്. ദൈവത്വം. ഇവിടെയും മനുഷ്യത്വവും ദൈവത്വവും ഒന്നായി ചേർന്ന് വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനിയും മത്തായി 21-ാം അധ്യായത്തിലേക്ക് വരിക. 18-19 വാക്യങ്ങൾ. മത്തായി 21-18-19 വാക്യങ്ങൾ. വിശന്നിട്ട് എന്ത് കാണുന്നു? ഇല്ല, വിശന്നിട്ട് എന്ന് പറയുമ്പോൾ ദൈവത്വമോ മനുഷ്യത്വമോ? മനുഷ്യത്വം. അവിടെ നാം മനുഷ്യത്വം കാണുന്നു. എന്നിട്ടോ ആ അത്തിയെ ശപിക്കുന്നു, ക്ഷണത്തിലത് ഉണങ്ങിപ്പോകുന്നു. ദൈവത്വം. ഏതൊരു മനുഷ്യനും ചെയ്യുന്നത് പോലെ കർത്താവ് അവിടെ ചെയ്യുകയായിരുന്നു. മനുഷ്യത്വം. അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന മനുഷ്യത്വമാണ്. ആ ചോദിക്കുന്നതിനോട് കൂടി ഇങ്ങനെയും ചോദിക്കാം, വിശക്കാമായിരുന്നു കർത്താവിന്? മനുഷ്യൻ എന്നുള്ള നിലയിൽ ഉള്ള തൻ്റെ രീതികളാണത്. ഏതൊരു മനുഷ്യനും വിശക്കുമ്പോൾ നോക്കുന്നത് പോലെ കർത്താവ് നോക്കി. അത് അത്തിയുടെ കാലമല്ലായിരുന്നു എന്ന് മർക്കോസ് പറയുന്നുണ്ട്. പിന്നെന്തിനു നോക്കിയെന്നും ചോദിക്കുന്നവരുണ്ട്. എന്നാൽ അത്തിയെക്കുറിച്ച് അറിയാവുന്നവർ പറയുന്നത്, ഇലയുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തേത് അതിനിടയിൽ കാണും. ഇലയുണ്ടെങ്കിൽ വരാനുള്ള വർഷത്തിൽ വരേണ്ടതിൻ്റെ ആരംഭവും അവിടെ കാണും. അങ്ങനെയുള്ള അത്തിക്ക് വേണ്ടിയ കർത്താവ് അവിടെ നോക്കിയത്, ഫലത്തിനായിട്ടാണ് നോക്കിയത്.
എന്നാൽ എന്തിനു നോക്കി എന്നുള്ളതിന് ഏതൊരു മനുഷ്യനും ചെയ്യുന്നത് പോലെ കർത്താവോട് ചെയ്തു. മനുഷ്യത്വമാണ് അതിൽ കാണുന്നത്. എന്നാൽ അതിനെ ശപിച്ചപ്പോൾ ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി എന്നുള്ളത് അവരുടെ ദൈവത്വം കാണിക്കുന്നത്. അപ്പോൾ മനുഷ്യത്വവും ദൈവത്വവും ഒന്നിച്ചു വരുന്ന രംഗം അവിടെയും കാണാൻ സാധിക്കുന്നു. ഇനി ഒന്നുകൂടി നോക്കാം. യോഹന്നാൻ 11-ാം അധ്യായം 35-ാം വാക്യം. ലാസറിൻ്റെ കല്ലറയ്ക്കൽ കർത്താവ് കണ്ണുനീർ വാർക്കുന്നതാണ് നാം കാണുന്നത്. യേശു കണ്ണുനീർ വാർത്തു. 43-ാം വാക്യമോ? 43-ഉം 44-ഉം. ആ, മരിച്ചവൻ പുറത്തു വന്നു. ദൈവത്വം. ആ മാർത്തയും മറിയയും കണ്ണുനീരൊഴുക്കുന്ന പോലെ കർത്താവും അവിടെ വന്ന് കണ്ണീരൊഴുക്കി. മനുഷ്യത്വം. എന്നാൽ കർത്താവ് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. ദൈവത്വം. നാം പറഞ്ഞു വരുന്നത് ഈ രണ്ട് സ്വഭാവങ്ങളും ഒരേ സമയത്ത് അവൻ്റെ വ്യക്തിത്വത്തിലുള്ള ആ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കാത്തതാ, നമുക്ക് പൂർണ്ണമായും വിശദീകരിക്കുവാൻ സാധിക്കാത്തതാ, എന്നാൽ വചനത്തിൽ നാം വ്യക്തമായി കാണുന്ന കാര്യം. അപ്പോൾ ഈ രണ്ട് പ്രകൃതികളും അവനിൽ പൂർണ്ണമായി ഒരേ സമയത്ത് വിഘടിക്കാതെ അതേസമയം ഒന്നാകാതെയും. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് നാം എപ്പോഴും ഓർക്കണം. വിഘടിക്കാതെ അതേസമയം ഒന്നാകാതെയും അവനിൽ വസിക്കുന്നു. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നാം ഈ പറഞ്ഞ ഭാഗങ്ങളിലെല്ലാം കാണാനായിട്ട് കഴിയുന്നത്. ഇനി നാം കാണാനായിട്ട് പോകുന്നത് ഈ രണ്ട് പ്രകൃതികളെയും വ്യത്യസ്തമായിട്ട് നാം ഒന്ന് നോക്കുക. അവൻ്റെ മനുഷ്യത്വം, അവൻ്റെ ദൈവത്വം. അല്ലെങ്കിൽ ആദ്യം നാം അവൻ്റെ ദൈവത്വത്തിനുള്ള തെളിവുകൾ നാം കാണും. അതിനുശേഷം അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ തെളിവുകൾ നാം ദർശിക്കും. ആദ്യമായി അവൻ്റെ ദൈവത്വം. യേശുക്രിസ്തു ദൈവം എന്നുള്ളതിന് തെളിവുകൾ എന്തെല്ലാമുണ്ട്? ഏതാണ്ട് 4-5 പോയിന്റുകൾ അവിടെ പറയാനായിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് ചിലർ ചോദിക്കാറുള്ള ഒരു ചോദ്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. മുസ്ലിംസും ഒക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, യേശുക്രിസ്തു ഞാൻ ദൈവമാണെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത് യേശുക്രിസ്തു താൻ തന്നെ അങ്ങനെയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ അവരുടെ ശിഷ്യന്മാരും പിൽക്കാലത്ത് വന്നവരും അവനെ ദൈവമാക്കിയതാ പറഞ്ഞ് ഞാൻ ദൈവമാകുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനും പിതാവും ഒന്നാകുന്നു എന്നുള്ള പ്രയോഗം അവർ അത് വിശദീകരിക്കുമ്പോൾ അവർ പറയും നമ്മൾ രണ്ടും ഒന്നല്ലേ. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ? ചിലപ്പോൾ മക്കളെ നോക്കി പറയില്ലേ, എടാ നിൻ്റെ അപ്പനെ കാണുന്ന നിന്നെ നോക്കിയാമെന്ന് പറയത്തില്ലേ? ആ നിലയിലുള്ള വിശദീകരണവുമായിട്ട് അവർ അതങ്ങനെ പോകും. അപ്പോൾ അവർ പ്രധാനമായിട്ട് ചോദിക്കുന്നത് ഇതാണ്. ഇങ്ങനെ നാം പറയുന്ന ഒന്നും അവർ ദൈവത്വത്തിൻ്റെ തെളിവുകളായിട്ട് എടുക്കാതെ ഇങ്ങനെ ചോദിക്കും, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? ഉണ്ടോ? അങ്ങനെ ഒരു പ്രസ്താവന നാം എങ്ങും കാണുന്നില്ല. അങ്ങനെയുള്ളവരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്. അവരോട് ചോദിക്കാം, നിങ്ങൾ മനുഷ്യരാണെന്ന് ഇതുവരെയും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവിടെ നിങ്ങളാരും പറയണോ ഞാനൊരു മനുഷ്യനാണ് പറയാറുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. ഞാൻ മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു അവകാശവാദം പറഞ്ഞ് സ്ഥിരീകരിക്കേണ്ട കാര്യം ഇല്ല. നീ സംസാരിക്കുന്നു, നീ ചിരിക്കുന്നു, നീ ഇടപെടുന്നു, മനുഷ്യനെ പോലെയാണല്ല. അപ്പോൾ കർത്താവും ദൈവമാണെന്ന് അവൻ അവകാശപ്പെടുവാൻ ആവശ്യമില്ല. അവൻ്റെ ജീവിതം നോക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നാം നോക്കുവാനായിട്ട് പോകുന്നത് എന്തെല്ലാം അവൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുവാൻ മാത്രമായി വേദപുസ്തകത്തിൽ ഒരു പുസ്തകമുണ്ട്. ഏതാ? യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ പറയുന്നുണ്ട് ഞാനിത് എന്തിന് എഴുതി എന്നുള്ളത്. 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ഇത് വായിച്ചിട്ട് അവൻ ദൈവപുത്രനെന്ന് നിങ്ങൾ അറിയേണ്ടതിനും അറിഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തുടങ്ങിയുള്ള കാര്യങ്ങൾ താൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദൈവപുത്രനെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ദൈവപുത്രൻ സമം ദൈവം. 20-ന്റെ 30, 31 താൻ എഴുതിയതിൻ്റെ ഉദ്ദേശം അവിടെ പറയുന്നത്. അപ്പോൾ ആ യോഹന്നാൻ്റെ സുവിശേഷം ആദ്യോടന്തം അത് തെളിയിക്കുവാനായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അവൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ് അവിടെ എല്ലാ അധ്യായങ്ങളിലും കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം, ഇവിടെ നിങ്ങൾക്കൊരു അസൈൻമെൻ്റ് ഉണ്ടല്ലോ അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഏതെല്ലാം നിലകളിൽ കാണുന്നു? അപ്പോൾ നിങ്ങൾ യോഹന്നാൻ്റെ ആ 21 അധ്യായവും വായിച്ച് അതിലെങ്ങനെയൊക്കെ ദൈവത്വം കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കുറിച്ച് ആർക്കാ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കണം. ഞാനിപ്പോൾ പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അവൾ ഏതെല്ലാം നിലയിൽ യോഹന്നാൻ യേശുക്രിസ്തുവിനെ ദൈവമായി വരച്ചു കാട്ടുന്നു അത് നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്
എഴുതി ഒരു അസൈൻമെൻറ്റായിട്ട്, കുറഞ്ഞത് 5 ആയിരിക്കാം, 5-ന് മേലോട്ടേ വരികയുള്ളൂ. അപ്പോൾ അത് വായിച്ച് നിങ്ങൾ എഴുതി ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നൽകണം. അപ്പോൾ അത് നിങ്ങളുടെ അസൈൻമെൻ്റ് അതാ, അതിടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവുകൾ. 1, യേശുക്രിസ്തുവിന് ദൈവനാമങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന നാമങ്ങൾ, ദൈവനാമങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ പല നാമങ്ങളുണ്ട്. ഒന്നാമത്തത് ദൈവപുത്രൻ. ദൈവപുത്രൻ നാം ഒന്ന് ഓർക്കേണ്ടത്, ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവം ഏതെങ്കിലും സമയത്ത് ജനിപ്പിച്ച പുത്രൻ എന്നുള്ള അർത്ഥത്തിലല്ല. മനുഷ്യതലത്തിലുള്ള ബന്ധങ്ങൾ നാം പറയുമ്പോൾ അപ്പനും മക്കളും, അല്ലെങ്കിൽ അപ്പനും പുത്രനും, പിതാവും പുത്രനും എന്നൊക്കെ പറയും. അത് പിതാവ് ജനിപ്പിച്ചവൻ, ഏതെങ്കിലും ഒരു സമയത്ത് ജനിപ്പിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ തിരുവചനത്തിൽ പിതാവും പുത്രനും അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അവൻ്റെ സാരാംശത്തിലും അതുപോലെ അവൻ്റെ സ്വഭാവത്തിലും പിതാവിനോടുള്ള തുല്യതയെ കാണിക്കുന്ന പ്രയോഗമാണ്. മനസ്സിലായി പറഞ്ഞത്? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ സാരാംശത്തിൽ പിതാവിനോട് തുല്യൻ, അവൻ സ്വഭാവത്തിൽ പിതാവിനോട് തുല്യൻ എന്നുള്ള കാര്യത്തെ ഓർപ്പിക്കുന്നതാണ്. ദൈവപുത്രൻ, അവൻ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം സമ്പൂർണ്ണത പൂർണ്ണമായി ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ്. സാരാംശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ള വാക്കിൽ പറഞ്ഞാൽ സത്ത. എനിക്കറിയാം, സത്ത, സാരാംശം ഇതെല്ലാം ഇച്ചിരി നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത വാക്കുകളാണ്. ഇന്നലെ സമ്പൂർണ്ണതയ്ക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. ഈ മേശയുടെ സമ്പൂർണ്ണത എന്തെല്ലാമാണ് ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത്, അതെല്ലാമാണ്, ഇല്ലേ? ഓർക്കുന്നുണ്ടല്ലോ? അതേ അർത്ഥം തന്നെയാണ് സാരാംശം, സത്ത, ഇതിലെല്ലാം ഉള്ളത്. വ്യക്തമാണല്ലോ? ദൈവസംബന്ധമായിട്ട് ഉപയോഗിക്കുന്ന ചില വാക്കുകളായത്. സത്ത, സത്തയിലൊന്ന്, സാരാംശത്തിലൊന്ന്. നമുക്ക് സാധാരണ പറയുന്ന വാക്കുകളിൽ അതൊന്നും ഇല്ല, അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ ദൈവപുത്രൻ എന്നുള്ള ആ പ്രയോഗം. ദൈവപുത്രൻ എന്നുള്ള പ്രയോഗം വേറൊരു രീതിയിലും വിശദീകരിക്കാറുണ്ട്. അത്ര പൂർണ്ണതയുള്ള ഒരു വിശദീകരണമല്ല. ഇങ്ങനെ വിചാരിക്കുക, ഒരു മൺപാത്രം, ആ പാത്രം മണ്ണുകൊണ്ടുള്ളതാണ്, ആ പാത്രം മണ്ണാണ്, അല്ലേ? മൺപാത്രം, ആ പാത്രം മണ്ണ്. ഒരു സ്റ്റീൽ പെൻ, ആ പെന്ന് സ്റ്റീൽ കൊണ്ടുള്ളതാണ്. ഇനി വരിക, ദൈവപുത്രൻ, ആ പുത്രൻ ദൈവമാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലായിടത്തും ഇത് ഉപയോഗിക്കാൻ ഒക്കുകയില്ല, നമ്മൾ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ അവർ പറയും ദൈവദൂതൻ, ആ ദൂതൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇത് വെളിയിലെങ്ങും വാദത്തിന് പറയാൻ കൊള്ളുന്ന വിശദീകരണമല്ല, നാം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിശദീകരണം എന്നുള്ളത്. എന്നാൽ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ എവിടെയും ഉപയോഗിക്കാവുന്ന വിശദീകരണം എന്ന് പറയുന്നത് സ്വഭാവത്തിലുള്ള സമത്വത്തെ അത് കാണിക്കുന്നതാ, സാരാംശത്തിൽ സത്തയിലുള്ള സമത്വത്തെ അത് കാണിക്കുന്ന പ്രയോഗമാ ദൈവപുത്രൻ. രണ്ടാമത്, ദൈവപുത്രൻ എന്നുള്ളതിന് നിങ്ങൾ റെഫറൻസ് എഴുതിക്കൊള്ളുക. യോഹന്നാൻ 9:35 മുതൽ 37 വരെ, യോഹന്നാൻ 9:35 മുതൽ 37 വരെ, 10:36, 20:31 സുവിശേഷങ്ങളിൽ അനവധി, പ്രത്യേകിച്ച് യോഹന്നാനിൽ അനവധി സ്ഥലത്ത് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത വാക്ക് മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ കർത്താവിൻ്റെ മനുഷ്യത്വത്തെയോ ദൈവത്വത്തെയോ തെളിയിക്കുന്നത്. നമ്മൾ ദൈവപുത്രൻ ദൈവത്വത്തെ തെളിയിക്കുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ മനുഷ്യപുത്രൻ മനുഷ്യ എന്ന് നമുക്ക് എടുക്കാം, പക്ഷേ അങ്ങനെയല്ല. ഈ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം ആ നിലയിലല്ല നാം എടുക്കേണ്ടത്. ഒരു നിമിഷം മത്തായി സുവിശേഷം 26-ാം അധ്യായം 64-ാം വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. മത്തായി 26:64. യേശു അവനോട്, ഞാനാകുന്നു ഈ മനുഷ്യന്റെ ഇനി മനുഷ്യപുത്രൻ സർവശക്തിയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഖലയെ വാഹനമാക്കുമെന്നതും നിങ്ങൾ കാണുമെന്നോ ഞാൻ പറയും. തുടർന്ന് എന്തുണ്ടായി? അടുത്തത്, മഹാപുരോഹിതൻ വസ്ത്രം കീറി ഇവൻ ദൈവദൂഷണം പറയുന്നു. ഏത് നിലയിൽ അവൻ ദൂഷണം പറയുന്നു? അവൻ തന്നെത്താൻ മനുഷ്യപുത്രനെന്ന് പറയുന്നു. മാത്രമല്ല ആരംഭം എങ്ങനെയായിരുന്നു? ഞാനാകുന്നു. ഓർക്കുന്നുണ്ടല്ലോ? ഞാനാകുന്നു. അത് പഴയ നിയമത്തിൽ യഹോവയുടെ നാമമാ.
മനുഷ്യപുത്രൻ, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് വരിക. അവിടെ മനുഷ്യപുത്രനെ നാം കാണുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യങ്ങൾ. മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ. കർത്താവിൻ്റെ അവകാശവാദം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാ. മനസ്സിലാവുന്നുണ്ടല്ലോ? മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുമെന്ന് കർത്താവ് ആ മഹാപുരോഹിതന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇവൻ ദൈവദൂഷണം പറയുന്നുവെന്ന് പറഞ്ഞ് താൻ വസ്ത്രം കീറിയത്. മഹാപുരോഹിതൻ ഒരിക്കലും തൻ്റെ വസ്ത്രം കീറരുതാത്തത്. താൻ അവിടെ തൻ്റെ വസ്ത്രം കീറി. അപ്പോൾ മനുഷ്യപുത്രൻ എന്ന ദാനിയേൽ പ്രവചനത്തിലെ ആ ഭാഗത്തെ ഉദ്ധരിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് ദൈവത്വത്തെ അവകാശമാക്കപ്പെടുകയായിരുന്നു. നാം ആ ഭാഗം മുഴുവനും വായിച്ചാൽ അവിടെയുള്ള ദാനിയേൽ 7-13-14 ആ മനുഷ്യപുത്രൻ കേവലം മനുഷ്യനല്ല, ദൈവമാണെന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവന് പിതാവിൻ്റെ അരികിൽ നിന്നും അധികാരവും ഒക്കെ ലഭിക്കുന്നതൊക്കെ തുറന്ന് താഴേക്ക് വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഞാനിവിടെ പറയുവാൻ ആഗ്രഹിച്ചത് അതും ദൈവത്വത്തെ കാണിക്കുന്ന നാമമാണ് എന്നുള്ളതാണ്. അടുത്തത്, യഹോവ എന്ന നാമവും കർത്താവിന് നൽകിയിരിക്കുന്നത് നാം കാണുന്നു. യഹോവ. യെശയ്യാ 40-3 വാക്യം നോക്കുക. യെശയ്യാ 40-3 വാക്യം. യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. ആരെക്കുറിച്ചുള്ളതാ? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്ന, യോഹന്നാൻ സ്നാപകനെ കുറിച്ചുള്ള അവൻ്റെ ജനനത്തെ, അവൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രവചനമായത്. അപ്പോൾ ഇവിടെ പറയുന്നത് യഹോവയുടെ പാത ഒരുക്കുവിൻ, യഹോവയ്ക്ക് പാത ഒരുക്കുവിൻ. ഇനിയും അത് മനസ്സിൽ വെച്ചുകൊണ്ട് യോഹന്നാൻ 1:23 വായിച്ചാട്ട്. യോഹന്നാൻ 1:23. യോഹന്നാൻ തന്നെക്കുറിച്ച് തന്നെ പറയാം. യെശയ്യാവ് പറഞ്ഞത് ഇപ്പം എന്നിൽ നിവൃത്തിയാകുക. എന്നാൽ ഇവിടെ യഹോവ എന്നുള്ള വാക്ക് മാറി കർത്താവിൻ്റെ വഴി എന്നാണ് കാണുന്നത്. അപ്പോൾ യഹോവ സമം കർത്താവ്, കർത്താവ് സമം യഹോവ. ഇവിടെ കർത്താവ് എന്ന് പറയുന്ന ആര്? യേശു കർത്താവിനെ കുറിച്ചാണ്. അപ്പോൾ യേശു കർത്താവ് ആരാണ്? പഴയ നിയമ യഹോവയുടെ വെളിപ്പാട്. അപ്പോൾ യഹോവ എന്ന നാമവും കർത്താവിന് നൽകിയിരിക്കുന്നു. ഇങ്ങനെയുള്ള യഹോവ എന്നുള്ള പഴയ നിയമത്തിലെ പ്രയോഗങ്ങളുടെ പകരം കർത്താവിൻ്റെ നാമം കർത്താവിനെ കുറിച്ച് പറയുന്നത് വേറെയും ഭാഗങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ഉദാഹരണം മാത്രം എടുത്താൽ മതി. അടുത്തതായിട്ട് ദൈവം. ദൈവം എന്ന വാക്ക് തന്നെ കർത്താവിന് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവം. എബ്രായ 1:8, തീത്തോസ് 2:13, യോഹന്നാൻ 20:28. വായിക്കണമെങ്കിൽ വായിച്ചുകൊള്ള. എബ്രായ 1:8. ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കും. ഇത് കർത്താവിനെ കുറിച്ച് പറയുന്നതാ. ദൈവമേ. തീത്തോസ് 2:13. മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു. മഹാദൈവം എന്നുള്ളത് കർത്താവിൻ്റെ വിശദീകരണമാണ്. അവൻ മഹാദൈവം. വീണ്ടും ഒരു റെഫറൻസ് കൂടി ഞാൻ തന്നു. യോഹന്നാൻ 20:28. അത് തോമാസ് പറയുന്ന കാര്യമാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ദൈവം. ഇനി മറ്റൊരു നാമം കൂടി എഴുതാം. കർത്താവ്. കർത്താവ്. യഹൂദന്മാർക്കും റോമർക്കും കർത്താവെന്നുള്ളത് ഒരു ദൈവനാമമായിരുന്നു. അങ്ങനെ വരാനൊരു കാരണമുണ്ട്. ഏതാണ്ട് ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ടിൽ പഴയ നിയമം, എബ്രായ ബൈബിൾ, പഴയ നിയമം ആദ്യമായി ഗ്രീക്കിലേക്ക് തർജ്ജിമ ചെയ്തു. ആ തർജ്ജിമയുടെ പേര് സെപ്റ്റുവജൻ്റ് എന്നാണ്. ഏതെങ്കിലും നിങ്ങളുടെ ക്ലാസ്സുകളിൽ ആരും കേട്ടിട്ടുണ്ടോ? അത് ഉണ്ട്. സെപ്റ്റുവജൻ്റ് എന്ന. സെപ്റ്റുവജൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? 70. കാരണം അത് തർജ്ജിമ ചെയ്തത് 70 പേരായിരുന്നു. അതുകൊണ്ട് സെപ്റ്റുവജൻ്റ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ അത് തർജ്ജിമ ചെയ്തവർ യഹോവ എന്നുള്ള വാക്ക് പഴയ നിയമത്തിൽ വരുന്ന പല ഭാഗങ്ങളിലും അവർ അത് തർജ്ജിമ ചെയ്യാൻ ഇച്ചിരി വിമുഖത കാട്ടി, പ്രയാസം കാട്ടി. കാരണം ദൈവത്തിൻ്റെ നാമമാണ്, അതെങ്ങനെ എഴുതും? അത്ര ഭയമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവരൊരു കാര്യം തീരുമാനിച്ചു, നമ്മൾ യഹോവ എന്ന് എഴുതത്തില്ല. ആ യഹോവ എന്ന് വരുന്നിടത്ത് നമ്മൾ കർത്താവെന്നാക്കാം. അങ്ങനെ അവർ കർത്താവെന്ന് എഴുതി. അഡോണായി. യഹോവ എന്നുള്ളിടത്ത് അഡോണായി എന്നെഴുതി. അഡോണായിയുടെ മലയാളമാണ് കർത്താവ് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം ചെയ്തു. കിങ് ജെയിംസ് തർജ്ജിമക്കാർ, KJV ഉണ്ടല്ലോ, ഇംഗ്ലീഷ് KJV തർജ്ജിമ. ആ തർജ്ജിമക്കാർ 1611 ആ തർജ്ജിമ പൂർത്തിയായത്.
ആ തർജ്ജമക്കാരൊരു കാര്യം ചെയ്തു. ഇങ്ങനെ അഡോണായി ഉപയോഗിച്ചിരിക്കുന്ന ഭാഗത്ത്, ആ പഴയ നിയമത്തിൽ സെപ്റ്റുവജിന്റ് നോക്കിയപ്പോൾ അഡോണായി എന്ന് കാണുന്നു, എബ്രായ ബൈബിൾ നോക്കിയപ്പോൾ യഹോവയെന്ന് കാണുന്നു. യഹോവയ്ക്ക് അഡോണായി എന്നല്ല വരേണ്ടത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് ഇവർ എഴുതിയിരിക്കുന്നത്. അവരൊരു കാര്യം ചെയ്തു, അവർ അഡോണായിയുടെ ഇംഗ്ലീഷ് പദം തന്നെ അവർ എഴുതി. ഇംഗ്ലീഷ് പദമാണ് ലോഡ്, കർത്താവ്, ലോഡ്. എന്നാൽ ഇവിടെ ലോഡ് എന്ന് എഴുതിയിരിക്കുന്നത് വെറും ലോഡല്ല, യഹോവയാണെന്ന് മനസ്സിലാക്കേണ്ടതിന് LORD, ആ 4 വാക്കുകളും ക്യാപിറ്റൽ വാക്ക് ലെറ്റേഴ്സായിട്ട് എഴുതി. മനസ്സിലാവുന്നുണ്ടല്ലോ? KJV നിങ്ങൾ വായിച്ചാൽ പലയിടത്തും LORD 4 അക്ഷരങ്ങളും വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് നാം കാണും. അവിടെ എല്ലാം ലോഡല്ല, യഹോവയാണെന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. ആധുനിക തർജ്ജമകളിൽ ആ കാര്യം മാറ്റി വീണ്ടും യഹോവയെന്നാക്കിയിട്ടുണ്ട്. KJVയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ലോഡ് എന്നാക്കിയത് കൊണ്ട്, അഡോണായി എന്നാക്കിയത് കൊണ്ട് യഹൂദന്മാർക്ക് ലോഡെന്ന് കാണുമ്പോൾ ഏതെന്ന് ഓർമ്മ വരും? യഹോവയെന്ന് ഓർമ്മ വരും. ഇത് കേവലം ലോഡല്ല, യഹോവയ്ക്കുള്ള ഒരു നാമമാണ്. അങ്ങനെ ഈ വാക്ക്, ലോഡെന്നുള്ള വാക്ക് യഹോവയ്ക്കുള്ള നാമമായി പരിണമിച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ? റോമക്കാർക്കും ലോഡെന്നുള്ള വാക്ക് ഒരു ദൈവനാമമായിരുന്നു. അതിന് കാരണം എന്നാ? അവരുടെ ചക്രവർത്തിമാർ, അഗസ്റ്റസ് സീസറും അങ്ങനെയുള്ളവരൊക്കെ, സീസേഴ്സ്, ആ സീസർമാരൊക്കെ ലോഡെന്നുള്ള വാക്ക് അവരുടെ പേരിനോട് ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അത് ജനങ്ങൾ തങ്ങളെ ആരാധിക്കണം, ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയാണെന്നുള്ള അർത്ഥത്തിൽ അവരെ തന്നെ ജനത്തിൻ്റെ മുൻപാകെ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ റോമക്കാരുടെ മനസ്സിലും ലോഡെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ ഇടയിലുള്ള യജമാനന്മാർ എന്നല്ല അവർ അർത്ഥമാക്കുന്നത്, പിന്നെ ദൈവനാമമായി അതിനെ അവരും കണ്ടിരുന്നു. അപ്പോൾ എബ്രായർക്കും യഹൂദന്മാർക്കും ലോഡെന്നുള്ള വാക്ക് ദൈവനാമമായിരുന്നു. ഇത് യേശുക്രിസ്തുവിന് ഉപയോഗിക്കുമ്പോഴും ആ നിലയിൽ യഹൂദന്മാർക്കത് ഒരു ദൈവനാമം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് കാണുമ്പോൾ, ലോഡെന്ന് കാണുമ്പോൾ തന്നെ ഇവൻ ദൈവമാണെന്നുള്ള അവകാശമായി അവർ അതെടുത്തിരുന്നു. ആ നിലയിൽ ലോഡ് അല്ലെങ്കിൽ കർത്താവ് എന്നുള്ള വാക്കും ഒരു ദൈവനാമമായി നമുക്കെടുക്കാം. വ്യക്തമാണല്ലോ? അപ്പോൾ ഇത്രയുമാണ് ദൈവനാമങ്ങളായി കർത്താവിന് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ഇതിന് റെഫറൻസ് വളരെയുണ്ട്. ഒന്നെടുക്കാം, എബ്രായ ലേഖനം 2-ാം അധ്യായം. കർത്താവ് എന്നുള്ള പ്രയോഗങ്ങൾ പുതിയ നിയമത്തിൽ കാണുന്ന ഭാഗമെല്ലാം അതിന് റെഫറൻസാണ്. കർത്താവായ യേശു ക്രിസ്തു, യോഹന്നാൻ്റെ എഴുത്തുകളെല്ലാം എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ ഒരെണ്ണം മാത്രം എഴുതിക്കൊള്ളുക. എബ്രായ ലേഖനം 2-ാം അധ്യായം, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും എന്നുള്ള ആ പ്രയോഗം 3-ാം വാക്യം, 2-3. വേറെയും ഒത്തിരിയുണ്ട്, അത് എഴുതിയെടുത്തുകൊള്ളുക. ഇനി അടുത്തതായിട്ട് യേശുവിന് ദൈവസാദൃശ്യങ്ങൾ നൽകിയിരുന്നു. ദൈവസാദൃശ്യങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തിന് ഉപയോഗിച്ചിരുന്ന സാദൃശ്യങ്ങൾ കർത്താവിന് ഉപയോഗിച്ചിരിക്കുന്നു. ആദ്യം നാം കണ്ടത് നാമങ്ങളാണ്, ഇവിടെ സദൃശ്യങ്ങൾ. അതെന്തെല്ലാമാണ്? ഒന്ന്, വെളിച്ചം. പഴയ നിയമത്തിൽ ദൈവത്തിന് എൻ്റെ വെളിച്ചമെന്ന് നാം കാണുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം. അപ്പോൾ ആ പഴയ നിയമത്തിൽ ദൈവത്തിന് ഉപയോഗിച്ചിരുന്ന സാദൃശ്യം കർത്താവിന് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നു. റെഫറൻസ് എഴുതിക്കൊള്ളുക. 27-ാം സങ്കീർത്തനം 1-ാം വാക്യം, യോഹന്നാൻ 8:12. മറ്റൊന്ന് പാറ. പഴയ നിയമത്തിൽ കർത്താവിന് ഉപയോഗിച്ചിരുന്ന സദൃശമാണ്, ആ യഹോവയ്ക്ക് ഉപയോഗിച്ചിരുന്ന സദൃശമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ഉപയോഗിച്ചിരുന്ന സദൃശം ആ പാറ. പുതിയ നിയമത്തിൽ ആ പാറ ക്രിസ്തുവായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ? ആ പാറ ക്രിസ്തുവായിരുന്നു. 1 കൊരിന്ത്യർ 10:4, 1 കൊരിന്ത്യർ 10:3-4 വാക്യങ്ങൾ. അടുത്തത് ഇടയൻ. ഇടയൻ, യോഹന്നാൻ 10-ാം അധ്യായം 11-16 വാക്യങ്ങൾ. പഴയ നിയമത്തിൽ 23-ാം സങ്കീർത്തനം 1-ാം വാക്യം. അൽഫയും ഒമേഗയും, വെളിപ്പാട് 1:8-17. അതുപോലെ യെശയ്യാവ് 48:12, 48:12 യെശയ്യാവ്. വെളിപ്പാട് 1:8-17. ഇനി മൂന്നാമതായിട്ട് യേശുവിന് ദൈവ സ്വഭാവങ്ങളുണ്ടായിരുന്നു. യേശുവിന് ദൈവ സ്വഭാവങ്ങളുണ്ടായിരുന്നു. അതെ,
മുളയെന്ന് മശിഹയ്ക്ക് സഖറിയ പ്രവചനത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിന് മുള എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊന്നുമില്ല. ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ ദൈവത്തിന് നൽകിയിരിക്കുന്ന സദൃശങ്ങൾ പുതിയ നിയമത്തിൽ ഏത് നിലയിൽ ക്രിസ്തുവിന് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണങ്ങൾ കാണിച്ചിരിക്കുക. പക്ഷേ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് പ്രായോഗികമാക്കി മുള എന്നുള്ള പ്രയോഗം നാം കാണുന്നില്ല. പഴയ നിയമത്തിലുണ്ട്. ഇവിടെ നാം കാണുന്നത് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ദൈവത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സദൃശങ്ങൾ എങ്ങനെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് ഉപയോഗിച്ചിരിക്കുന്നു അതാണ് നാം കാണുന്നത്. ഇനി അടുത്തത്, യേശുവിന് ദൈവ സ്വഭാവങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രം കാണുന്ന സ്വഭാവങ്ങൾ. സർവജ്ഞാനം, യോഹന്നാൻ 2:24-25, 1:48. അടുത്തത് സർവശക്തി, യോഹന്നാൻ 1:3. അതവൻ മുഖാന്തരം സകലവും ഉളവാക്കി അവനെ കൂടാതെ ആ പ്രയോഗമാണ്. സർവവ്യാപി, സർവവ്യാപി, യോഹന്നാൻ 3:13. ആ ഭാഗം ഒന്ന് വായിച്ചാട്ട്. യോഹന്നാൻ 3:13. അവിടെ എങ്ങനെയാണ് കർത്താവിൻ്റെ സർവ്വവ്യാപിത്വം നാം കാണുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. നോക്ക്, അവിടെ പറയുന്നത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായി, ഇരിക്കുന്നവനായി. അപ്പോൾ ഇറങ്ങി വന്നു, അത് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ ഇരിക്കുന്നവനായി, അവിടെയും ഇരിക്കുക. സർവ്വവ്യാപിത്വം. ഇനിയും നിത്യത, നിത്യത, അവൻ നിത്യനാണ്. യോഹന്നാൻ 1:1, വെളിപ്പാട് 1:17-18, വെളിപ്പാട് 1:17-18. ഇനിയും അടുത്തത്, യേശു ദൈവപ്രവർത്തികൾ ചെയ്യുന്നു. യേശു ദൈവപ്രവർത്തികൾ ചെയ്യുന്നു എന്ന് വെച്ചാൽ ദൈവം മാത്രം ചെയ്യുന്ന പ്രവർത്തികൾ യേശു ചെയ്യുന്നതായി നാം കാണുന്നു. യേശു ദൈവപ്രവർത്തികൾ ചെയ്യുന്നു. സൃഷ്ടി, കൊലോസ്യർ 1:16, യോഹന്നാൻ 1:3. നാം ഇതിനു മുൻപ് ആ വാക്യങ്ങൾ കണ്ടിട്ടുള്ളതാ. സൃഷ്ടി, അല്ലെങ്കിൽ അവൻ സകലത്തെയും സൃഷ്ടിക്കുന്നു. യോഹന്നാൻ 1:3, കൊലോസ്യർ 1:16. കരുതൽ എന്ന് വെച്ചാൽ അവൻ സകലത്തെയും കരുതുന്നു. കൊലോസ്യർ 1:16, എബ്രായ 1:3. അവൻ രക്ഷിക്കുന്നു. മർക്കോസ് 2:9, മത്തായി 1:21, മർക്കോസ് 2:9, മർക്കോസ് 2:9, മത്തായി 1:21. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. അടുത്തത് ഉയർത്തെഴുന്നേൽപ്പ്, താൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. യോഹന്നാൻ 5:25, യോഹന്നാൻ 5:25. അടുത്തതായിട്ട് അവൻ ന്യായം വിധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17:31. ഈ പറഞ്ഞ ക്രിയകളെല്ലാം ദൈവത്തിന് മാത്രം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ആ സൃഷ്ടിയുടെ കരുതൽ, അവരെ രക്ഷിക്കുക എന്ന് പറയുക, പാപങ്ങളെ മോചിക്കുവാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശു അത് ചെയ്യുന്നു. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് അവൻ പറയുന്നു. അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കുക, അതുപോലെ ന്യായം വിധിക്കുക, ഇതെല്ലാം ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവർത്തികളാണ്. അവനുള്ള പ്രവർത്തികളാണതെല്ലാം. എന്നാൽ കർത്താവ് അതെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ദൈവത്വത്തെ ആ ക്രിയകൾ ഉറപ്പിക്കുന്നതാണ്. ഇനി അടുത്തത്, യേശുവിനെ ആരാധ്യനായി കാണുന്നു. യേശുവിനെ അടുത്ത പോയിൻ്റാണ്. യേശു ദൈവ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ അടുത്തത്, യേശുവിനെ ആരാധ്യനായി കാണുന്നു. മത്തായി 2:11, 8:2. മത്തായി 2:11, 8:2. അപ്പോൾ കർത്താവിൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുന്നവർക്കുള്ള ഉത്തരം അനവധി ഉണ്ട്. ആ വചനത്തിൽ അനവധി നമുക്ക് കാണാനായിട്ട് കിട്ടുന്നു. അപ്പോൾ യേശു താൻ തന്നെ ദൈവപുത്രൻ എന്ന് പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാരുമൊക്കെ അവനെ ദൈവമാക്കിയതാ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വചനത്തിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ അതിനുണ്ട്.
തിരുവചനത്തിൽ ആരാധന ജനറലായിട്ട് പൊതുവായിട്ട് പിതാവിനുള്ളതാണ്. പുത്രന് മഹത്വം നൽകുന്ന സ്ഥലങ്ങളും നാം കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയല്ലേ പറഞ്ഞത് പ്രാർത്ഥന ദൈവത്തോടാ, പിതാവായ അതുപോലെ ആരാധനയും ദൈവത്തോടാ. എന്നാൽ പുത്രനിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആരാധന പിതാവായ ദൈവത്തിനുള്ളതാണ്. എന്നാൽ പുത്രനെ ആരാധിക്കുന്ന ഭാഗങ്ങളും അവിടെ ഇവിടെ നാം കാണുന്നുണ്ട്. അതുകൊണ്ട് അത് പാപമായിട്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പാപമായിട്ട് നാം എടുക്കുവാനായിട്ട് ആവശ്യമില്ല. എന്നാൽ പക്വതയായി നാം ആരാധിക്കുമ്പോൾ പിതാവിനെയാണ് നാം ആരാധിക്കുന്നത്, പുത്രൻ മുഖാന്തരം. ഇനിയും ദൈവത്വം കണ്ടതിന് ശേഷം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടുത്ത പ്രകൃതിയിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. അവൻ്റെ മനുഷ്യത്വം, യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം. ഓക്കെ, മനുഷ്യത്വത്തെക്കുറിച്ച് നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ദൈവം അവൻ ആത്മരൂപിയ, അവൻ ജഡമെടുത്തു. ആ പ്രയോഗം ഇന്നലെ നാം കാണുകയുണ്ടായി. അവൻ ജഡമെടുത്തു എന്ന് പറയുമ്പോൾ പാപമൊഴിക സർവ്വത്തിലും നമുക്ക് തുല്യനാകുകയായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ നാം വിശദീകരിച്ചതൊക്കെ. പാപമൊഴിക സർവ്വത്തിലും അവൻ പാപജഡത്തിലല്ല വന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ, അവൻ പാപജഡത്തിലല്ല വന്നത്, പിന്നെ അവൻ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് വന്നത്. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം നോക്കുക. ജഡത്താലുള്ള നോക്കുക, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ. അപ്പോൾ പാപജഡത്തിൽ അവൻ വന്നില്ല, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ. അവനിൽ പാപമില്ലായിരുന്നു. അപ്പോൾ അവൻ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നപ്പോൾ മനുഷ്യജഡത്തിന് എന്തെല്ലാം ബലഹീനതകൾ ഉണ്ടോ അതെല്ലാം അവൻ സ്വയം വരിച്ചു. ഇന്നലെ നാം അത് വിശദീകരിച്ചു. അവൻ വിശന്നു, അവൻ ദാഹിച്ചു, അവൻ കരഞ്ഞു, അവൻ ക്ഷീണിച്ചു, അവൻ മരിച്ചു തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ആ റെഫറൻസ് എഴുതിക്കൊണ്ടായിട്ട്, വിശന്നു മത്തായി 4:2, ദാഹിച്ചു യോഹന്നാൻ 4:7, ക്ഷീണിച്ചു മത്തായി 8:24, അവൻ കരഞ്ഞു യോഹന്നാൻ 11:35, അവൻ മരിച്ചു എബ്രായർ 2:9, എബ്രായർ 2:9. അവൻ്റെ മനുഷ്യൻ എന്നുള്ള നിലയിൽ അത് എഴുതിക്കൊള്ളുക. മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാവ്, ദേഹി, ദേഹം എന്നിവ തനിക്കുണ്ടായിരുന്നു. ആത്മാവ്, ദേഹി, ദേഹം എന്നിവ തനിക്കുണ്ടായിരുന്നു. മത്തായി 26:12-38, ലൂക്കോസ് 23:46. എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിൽ കരമേൽപ്പിക്കുന്നു എന്നുള്ള പുത്രൻ്റെ വാക്കുകൾ. ഇനി ഒരു ചോദ്യം സാധാരണ അവിടെ വരുമ്പോൾ ചോദിക്കാനായിട്ട് ഇടയുള്ളത് ഇതാ, കർത്താവ് നമ്മെപ്പോലെയായി ഇല്ലേ? പാപം താൻ ഒഴിച്ചെന്ന് പറയുമ്പോൾ നമ്മെപ്പോലെ ആയോ? അല്ല, നമ്മെപ്പോലെ ആയെന്ന് നമ്മൾ പറയുന്നു, അതേസമയം നമ്മെപ്പോലെ ആയില്ലെന്നും പറയുന്നു അല്ലേ? നമ്മെ രക്ഷിക്കുവാൻ നമ്മെപ്പോലെ ആയി തീർന്നു. പാപം ഒഴിയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്തുവാ? പാപം ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമ്മെപ്പോലെ ആയില്ലല്ലോ. അപ്പോൾ മനുഷ്യനായി എന്ന് പറയാൻ ഒക്കുമോ? അതിന് ഉത്തരവില്ല. മനുഷ്യത്വത്തിന് പാപം ഒരു മസ്റ്റല്ല. അത് ഒരു ഉണ്ടായിരിക്കണമെന്നുള്ള നിയമം ഇല്ല. മനുഷ്യത്വത്തിൽ പാപം പിന്നീട് നമ്മ കൂട്ടിയതാണ്. മനസ്സിലാവുന്നല്ലോ. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ, ഹവ്വയെയും ഉണ്ടാക്കിയപ്പോൾ പാപമില്ലായിരുന്നു. അതായിരുന്നു യഥാർത്ഥമായിട്ടുള്ള മനുഷ്യത്വം. എന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പണിയാത്. അപ്പോൾ കർത്താവ് പാപം ഒഴികെയെന്ന് പറയുമ്പോൾ അവൻ പൂർണ്ണ മനുഷ്യത്വം എടുത്തില്ല എന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. യഥാർത്ഥ മനുഷ്യത്വം അവൻ്റെതാണ്, ഇതല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തതായിട്ട് നമ്മൾ ഇച്ചിരി പെട്ടെന്ന് പോകണമെന്ന് തോന്നുന്നു. നമ്മൾ ഓർത്തു ഈ 2 ആളത്വങ്ങൾ ഇല്ലേ? കർത്താവിൻ്റെ 2 പ്രകൃതികൾ അവൻ്റെ ആ ഒരു ആളത്വത്തിലുണ്ട്. അങ്ങനെ 20 പ്രകൃതികളോടുകൂടിയുള്ള അവൻ്റെ ആളത്വത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്? ഇങ്ങനെ നിങ്ങൾക്ക് കുറിക്കാം. ഈ ആളത്വത്തിൻ്റെ സാധ്യതകൾ, ഈ ആളത്വം എന്ന് ഞാൻ പറയുമ്പോൾ 2 പ്രകൃതികളോടുള്ള കൂടെയുള്ള യേശുക്രിസ്തുവിൻ്റെ ആളത്വം. ഈ ആളത്വത്തിൻ്റെ സാധ്യതകൾ: 1, വെളിപ്പാട്.
യോഹന്നാൻ 1:18. 2 വീണ്ടെടുപ്പ്. എഫേസ്യർ 1:7 അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. കൊലോസ് ലേഖനം 1:14, 1 പത്രോസ് 1:18 ഇവിടെ ഒക്കെ നാം വീണ്ടെടുപ്പിനെ കുറിച്ച് കാണുന്നുണ്ട്. ആ വാക്യങ്ങളെല്ലാം അതിന് ഭാഗമായിട്ട് എടുക്കാവുന്നതാണ്. വീണ്ടെടുപ്പ്. 3 കരുതൽ. അവിടെ എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ എഴുതിക്കൊള്ളട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 വാക്യങ്ങൾ നോക്കൂ. ആദ്യത്തെ നാം വെളിപ്പാടാണ് എഴുതിയത്. അവൻ മനുഷ്യനായതുകൊണ്ട് അവൻ തൻ്റെ വ്യക്തിത്വത്തിൽ അവൻ മനുഷ്യത്വവും എടുത്തത് കൊണ്ട് ഇവിടെ വന്ന് പിതാവിനെ നമുക്ക് കാട്ടുവാൻ മുഖാന്തരമായി തീർന്നു. കേവലം അവൻ ദൈവമായി സ്വർഗത്തിൽ ഇരുന്നിരുന്നുവെങ്കിൽ മനുഷ്യന് ദൈവത്തെ പ്രദർശിപ്പിക്കുവാൻ അവന് സാധ്യമാകുമായിരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അവൻ ജഡമെടുത്തത് കൊണ്ട് വെളിപ്പാടുണ്ടായി. അവൻ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി. രണ്ടാമത് നാം എഴുതിയ വീണ്ടെടുപ്പ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് സകല ലോകത്തെക്കാളും വിലയുള്ളതാണ്. അങ്ങനെയെങ്കിൽ സകല മനുഷ്യരുടെയും ആത്മാക്കളെ ഒന്ന് നാം മനസ്സിൽ കാണുക. എത്രയോ വിലയാണ്. ആർക്ക് വില കൊടുക്കുവാൻ സാധിക്കും? അപ്പോൾ വിലമതിക്കുവാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു യാഗം അതിന് ആവശ്യമായിരുന്നു. യേശുക്രിസ്തു കേവലം മനുഷ്യനായിരുന്നുവെങ്കിൽ അത് സാധ്യമാകുമായിരുന്നില്ല. ആ മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് കാരണമാകുമായിരുന്നു, അത്രയേ ഉള്ളൂ. എന്നാൽ അവൻ്റെ ദൈവത്വമാണ് ആ മനുഷ്യത്വത്തിലുള്ള അവൻ്റെ യാഗത്തിന് വില നൽകുന്നത്. ദൈവത്വത്തിന് വില അമൂല്യമാണ്, വില കൽപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അവൻ്റെ യാഗത്തിന് മൂല്യമുണ്ടായി. എന്തിനു മൂല്യം? സകല ലോകത്തിൻ്റെയും വീണ്ടെടുപ്പിന് കാരണമായി. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ ഒടുവിൽ നാം കണ്ടത് കരുതൽ. ആ വാക്യങ്ങൾ തന്നത് അവൻ്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയെ കാണിക്കുന്നതാണ്. നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ അവൻ മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. അത് ചെയ്യുവാൻ ഇടവരുന്നത് അവൻ്റെ മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ കുറവുകൾ, ബലഹീനതകൾ മനസ്സിലാക്കി അവൻ നമുക്ക് വേണ്ടി യാചന കഴിക്കുന്നു. മനുഷ്യത്വം അതിനാവശ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ആളത്വത്തിൻ്റെ സാധ്യതകൾ, വേറെയും സാധ്യതകളുണ്ട്, നാം വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതോടെ നാം ആ ടോപ്പിക്ക് നിർത്തുക, യേശുക്രിസ്തുവിൻ്റെ ആളത്വം എന്നുള്ളത്. ഇനി അടുത്തതിലേക്ക് നാം വരുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം നമ്മൾ തലക്കെട്ട് എഴുതിയത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, ശരിയല്ലേ? അതെ. നമുക്ക് കർത്താവിൻ്റെ കഷ്ടതകളെക്കുറിച്ചുള്ള പല പരാമർശങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. കർത്താവിൻ്റെ കഷ്ടതകളെ 4ആയി വിഭജിക്കാം. 1 തൻ്റെ വ്യക്തിപരമായ കഷ്ടതകൾ. അവിടെ വ്യക്തിപരമായ കഷ്ടതകൾ എന്ന് പറയുമ്പോൾ വിശുദ്ധനായിട്ടുള്ള കർത്താവ് അശുദ്ധി നിറഞ്ഞ് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് പല കഷ്ടതകൾ വ്യക്തി എന്നുള്ള നിലയിൽ അനുഭവിക്കേണ്ടതായി വന്നു. ഉദാഹരണത്തിന്, ജനിച്ചപ്പോൾ തന്നെ ഒരു രാജാവ് അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു. ജനിച്ച സ്ഥലം വിട്ട് പെട്ടെന്ന് ഈജിപ്തിലേക്ക് പോകേണ്ടി വരുന്നു. അതെല്ലാം കഷ്ടത നിശ്ചയമായിട്ടും കർത്താവിനും ആ ശിശുവിനും ഉളവാക്കി കാണും. മാത്രമല്ല, പാപികളായിട്ടുള്ള മനുഷ്യർ എപ്പോഴും കർത്താവിനെ വാക്കിൽ കൊടുക്കുവാൻ, ഉപദ്രവിക്കുവാൻ എപ്പോഴും പിന്നാലെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിൽപ്പെടും, വ്യക്തിപരമായിട്ടുള്ള അവൻ്റെ കഷ്ടതകൾ. 2 മറ്റുള്ളവരുടെ വേദന കണ്ടുള്ള അവൻ്റെ കഷ്ടത, സഹതാപം എന്ന് പറയും. ആ മറ്റുള്ളവരുടെ വേദന കണ്ടുള്ള കഷ്ടതകൾ. ഉദാഹരണത്തിന്, മാർത്ത, മറിയ ഇവർ കരയുന്നത് കണ്ടു, താനും അവരോടൊപ്പം കരയുന്നു. ചിലയിടത്തൊക്കെ മനുഷ്യരുടെ ആ പാപം, അതുപോലെ അവരുടെ വേദനയൊക്കെ കണ്ട് താൻ അവരോടൊപ്പം കരയുന്ന രംഗം, അവൻ്റെ ഹൃദയം നീറുന്ന രംഗം, അവൻ അനുകമ്പ തോന്നുന്ന രംഗം, ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ജനം വിശന്നവരായിട്ട് അവനെ കാണുമ്പോൾ അവരോട് അനുകമ്പ തോന്നുന്നു. അത് മറ്റുള്ളവരുടെ കഷ്ടത കണ്ട് താൻ പെടുന്ന പാടുകളാണ്. 3ാമതായിട്ട് ഭാവി മുൻകണ്ടുകൊണ്ടുള്ള തൻ്റെ കഷ്ടത. അതിന് നല്ല ഉദാഹരണമാണ് ഗത്സമനയിൽ വരുവാനുള്ള കഷ്ടത കണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോയിടമേന്ന് പറഞ്ഞ് അവൻ വേദനപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അത് ഭാവി കണ്ടുകൊണ്ടുള്ള തൻ്റെ കഷ്ടതയായിരുന്നു. വേറെയും ഭാഗങ്ങൾ നാം കാണുന്നുണ്ട് അത് സംബന്ധിച്ച്. 4ാമത്തത് ക്രൂശിലെ കഷ്ടത. നാം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറഞ്ഞ് നാം ചിന്തിക്കുമ്പോൾ ക്രൂശിലെ കഷ്ടതയാണ് നമ്മുടെ വിഷയം. ക്രൂശിൽ അവൻ അനുഭവിച്ച കഷ്ടത, അതാണ് നമുക്ക് വേണ്ടിയുള്ളത്.
മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് നമുക്ക് വേണ്ടിയുള്ളത്. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് അവൻ കഷ്ടം സഹിച്ചത്. മറ്റ് മിസ്രൈമിലേക്ക് ഓടിപ്പോയതോ മറ്റു മനുഷ്യരുടെ കഷ്ടതകൾ കണ്ട് താൻ നീറിയതോ ഭാവി കണ്ടുകൊണ്ട് താൻ വേദനിച്ചതോ ഒന്നും നമുക്ക് വേണ്ടിയായിരുന്നില്ല. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവൻ അനുഭവിച്ചവയാണ്. പിന്നെ നമുക്ക് വേണ്ടി എന്ന് പറയുവാൻ സാധിക്കുന്നത് ക്രൂശിലെ കഷ്ടതയാണ്. കൃത്യമായി പറഞ്ഞാൽ എത്ര മണിക്കൂർ കർത്താവ് ക്രൂശിലായിരുന്നു? 3.5 മണിക്കൂറോ 2.5 മണിക്കൂറോ? ക്രൂശിൽ 6 മണിക്കൂർ അവൻ ക്രൂശിലായിരുന്നു. അതിൽ 3 മണിക്കൂർ അവൻ ഇരുളിലായിരുന്നു. 3 മണിക്കൂർ അവൻ ഇരുളിലായിരുന്നു. ആ ഇരുട്ടിൻ്റെ സമയത്തുള്ള തൻ്റെ വേദനകളായിരുന്നു നമ്മുടെ വീണ്ടെടുപ്പിനായിട്ടുള്ള അവൻ്റെ വേദനകൾ. ഇരുട്ടിൻ്റെ 3 മണിക്കൂറിലുള്ള ഇരുട്ടിൻ്റെ ആ 3 മണിക്കൂറിലുള്ള തൻ്റെ വേദനകളായിരുന്നു നമ്മുടെ പാപപരിഹാരമായിട്ടുള്ളത്. അപ്പോഴാണ് അവൻ നിലവിളിച്ച് പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. നമ്മുടെ സ്ഥാനം എടുക്കുന്നത് അപ്പോഴാണ്. എൻ്റെ ദൈവമേ. അവൻ പിതാവിനെ ദൈവമെന്ന് വിളിക്കുന്നത് മനുഷ്യത്വത്തിലാണ്, നമ്മുടെ സ്ഥാനത്തിലാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിതാവേ, എൻ്റെ ആത്മാവിനെ വീണ്ടും പിതാവേ എന്ന് വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ആ 3 മണിക്കൂറിലെ അവൻ്റെ കഷ്ടത ലോകം കണ്ടിട്ടില്ല, ആർക്കും അറിയുകയില്ല. മുൻപുള്ള കഷ്ടതകൾ നമ്മുടെ പാവപരിഹാർത്ഥമായിട്ടുള്ള വേദന അനുഭവിക്കുന്നതിന് പോകുന്ന വഴിയിലുള്ള കഷ്ടതകൾ. അതിന് കാരണമായിട്ട് ഞാൻ പറഞ്ഞത്, അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ പറഞ്ഞത്, ആ സമയത്താണ് എൻ്റെ ദൈവമേ എന്നുള്ള പ്രയോഗം താൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ സ്ഥാനമെടുക്കുന്നത്. പിതാവേ എന്ന് വിളിക്കുമ്പോൾ പുത്രനിൽ നിന്ന് മാറിയിട്ടില്ല. പുത്രൻ പിതാവിനോട് കൂടെയാണ്. എന്നാൽ അവൻ ഉപേക്ഷിക്കപ്പെട്ട ഫീലിംഗ് ഉണ്ടായ സമയം എന്ന് പറയുന്നത് ആ ഇരുട്ടിൻ്റെ സമയത്ത്. നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്, നീ എന്നെ കൈവിട്ടതെന്തെന്ന് എന്ന് പറയുന്ന ഭാഗത്താണ്. അവിടെ അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നത്. പൗലോസ് പറയുന്നുണ്ട്, അവൻ പാപമായി തീർന്നു എന്നുള്ളത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം. അത് ആ സമയത്താണ് നടക്കുന്നത്. ആ വേദന എന്ന് പറയുന്നത് നാം നിത്യത മുഴുവൻ അനുഭവിക്കേണ്ട വേദന ആ 3 മണിക്കൂറിൽ പുത്രൻ്റെ മേൽ ക്രൂശിലാകുകയായിരുന്നു. അന്നത്തെ വേദന നമുക്കറിയില്ല. അപ്പോൾ നാം ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ അവൻ്റെ വേദനയാണ്, നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ വേദനയാണ് പ്രധാനമായിട്ടും നാം ചിന്തിക്കുന്നത്. ഇനിയും കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പ്രാധാന്യം പല നിലകളിൽ തിരുവചനത്തിൽ നിന്നും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ക്രൂശ് മരണത്തിൻ്റെ പ്രാധാന്യം, ഒന്നാമത്, ഇത് മുന്നറിയിക്കപ്പെട്ടതായിരുന്നു. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുന്ന കാര്യം, അത് ക്രൂശിനെ ഓർപ്പിക്കുന്നത്. മത്തായി 16:21 കർത്താവ് തന്നെ ക്രൂശീകരണത്തെക്കുറിച്ച് വരാനുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് അവിടെ നാം കാണുന്നുണ്ട്. മത്തായി 16:21, 17:22-23. ആ മത്തായി 16:21 മാത്രം ഒന്ന് വായിച്ചാട്ട്. മത്തായി 16:21. അന്നു മുതൽ, അതിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ? അന്നു മുതൽ ക്രൂശീകരണത്തെക്കുറിച്ചും അതുപോലെ അവൻ കഷ്ടത സഹിച്ച് ക്രൂശിക്കപ്പെടുന്നതും പിന്നെ ഉയർക്കുന്നതുമൊക്കെ അന്നു മുതൽ പറഞ്ഞു തുടങ്ങി. അതിന് മുമ്പ് പറഞ്ഞിട്ടില്ലേ? അതിന് മുമ്പ് കർത്താവ് പറഞ്ഞിട്ടില്ലേ അതിനെക്കുറിച്ച്? ഇത് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ചുള്ള കാര്യമാണ്. അതിന് മുൻപ് കർത്താവ് പറഞ്ഞിട്ടില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അന്നു മുതൽ പറഞ്ഞു തുടങ്ങി, ഇല്ലേ? അങ്ങനെയല്ലേ ഇത് കാണുന്നത്? അന്നു മുതൽ പറഞ്ഞു തുടങ്ങി. ഇതിൻ്റെ തൊട്ട് മുകളിൽ നാം നോക്കുമ്പോൾ ഫിലിപ്പിൻ്റെ കൈസരിയിൽ കർത്താവ് ശിഷ്യന്മാരെ കൊണ്ടുവരുന്നു. ആ ശിഷ്യന്മാരുമായിട്ടുള്ള കർത്താവിൻ്റെ ജീവിതം, അവരെ പഠിപ്പിക്കുന്നത്, അവരെ ട്രെയിൻ ചെയ്യുന്നത് 2 വർഷത്തോളം കഴിഞ്ഞു. കർത്താവ് അവരോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ ഭാഗം നാം മുൻപ് തൊട്ടോ? ഇല്ല. എനിക്ക് തോന്നുന്നത് മറ്റേ MDവിൻ്റെ ക്ലാസ്സിനാണ് എടുത്തെന്ന് തോന്നുന്നു. ആ 2 ചോദ്യങ്ങൾ കർത്താവ് ചോദിക്കുന്നു. ഏതായിരുന്നു 2 ചോദ്യങ്ങൾ? മനുഷ്യർ എന്നെ ആരെന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഈ 2 ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതാ. ഒന്ന്, ലോകം കർത്താവിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നാം മനസ്സിലാക്കണം, ലോകത്തെ നാം അറിയണം. 2, കർത്താവിനെക്കുറിച്ചും നമുക്ക് ശരിയായ ധാരണ ഉണ്ടായിരിക്കണം. ലോകത്തിൻ്റെ തെറ്റിദ്ധാരണകൾ നമുക്കറിയില്ലെങ്കിൽ ലോകത്തോട് സംസാരിക്കാൻ സാധ്യമല്ല. ഉദാഹരണത്തിന് രക്ഷ. നാം രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് പറഞ്ഞാൽ അവർ വേറൊരു രക്ഷയായിരിക്കാം ഉദ്ദേശിക്കുന്നത്. നാം രക്ഷയെന്ന് പറയുമ്പോൾ പാപത്തിൽ നിന്നുള്ള രക്ഷ, ശിക്ഷയിൽ നിന്നുള്ള രക്ഷ. അവരുടെ രക്ഷയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനുഷ്യാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന കാര്യമായിരിക്കാം.
അല്ലെങ്കിൽ മനുഷ്യനെ ഉദ്ധരിക്കുന്ന കാര്യമായിരിക്കാം. മനുഷ്യൻ്റെ പട്ടിണി തുടങ്ങിയവയൊക്കെ മാറ്റി അവനെ സാമൂഹിക രക്ഷയെക്കുറിച്ചായിരിക്കാം അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും രക്ഷ ആ ഒരു വാക്ക് വിവിധ അർത്ഥത്തിലാണ് അവരുടെ മനസ്സിലുള്ളത്. അപ്പോൾ നാം അത് അറിഞ്ഞില്ലെങ്കിൽ നാം പറയുന്നത് വേറൊന്നായിട്ടായിരിക്കും അവർ മനസ്സിലാക്കുക. അവരുടെ ആവശ്യം അറിഞ്ഞ് പറയണമെങ്കിൽ ലോകത്തെ അറിയണം. അതാണ് അവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, നീ അറിയണം അവരുടെ ചിന്തകൾ, അവരുടെ ധാരണകൾ. ഇനി രണ്ടാമത്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? ശരിയായ ധാരണ അവനെക്കുറിച്ച് നമുക്ക് ഉണ്ടായിരിക്കണം. അതറിയാതെ മറ്റുള്ളവരോട് പറയുവാൻ നമുക്ക് സാധ്യമല്ല. മറ്റൊന്ന് ഓർക്കേണ്ടത്, ഞാൻ ഓർപ്പിച്ചു, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏതാണ്ട് പകുതി സമയമായി, ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ പകുതി സമയമായി. ഇനിയും ഇവരെ അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുക. അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്തുണ്ടാവണം? പരീക്ഷ വേണം, ഇല്ലേ? ആ പരീക്ഷ ഇടണം. രാവിലെ ഉണ്ടായിരുന്നല്ലോ, അല്ലയോ? ഓക്കെ, ആ പരീക്ഷ ഇടണം. അതിൻ്റെ ചോദ്യങ്ങളാണ് ഇവിടെ. അവരെ വേറിട്ട് കൊണ്ടുപോയി പരീക്ഷ ഇടുകയാണ്. ഓക്കെ, അവർ വേറിട്ട് കൊണ്ടുപോയി പരീക്ഷ ഇടുക. ഈ രണ്ട് ചോദ്യങ്ങൾ രണ്ടിനും അവർ ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു, പാസ്സായി. അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. പുതിയ കാര്യങ്ങൾ ഇപ്പോൾ അവരോട് പറയുകയാണ്. അതാണ് അവിടെ 21-ാം വാക്യത്തിൽ നാം കാണുന്നത്. അന്നു മുതൽ പറഞ്ഞു തുടങ്ങി. പുതിയ ക്ലാസ്സിലാണ് പറഞ്ഞ, മനസ്സിലായല്ലോ? അന്ന് മുതൽ പറഞ്ഞു തുടങ്ങി. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യം ഇതാ, അതിനു മുമ്പെങ്ങും കുരിശിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ജീവനെ കൊടുക്കുന്നെന്ന് പറഞ്ഞില്ലേ? പിന്നെ യോന കടലാനയുടെ വഴി ഇരുന്നത് പോലെ മനുഷ്യപുത്രം ഇരിക്കേണ്ടതാകുന്നു പറഞ്ഞില്ലേ? ഈ മന്ദിരം പൊളിപ്പിൻ, ഉറക്കുന്നിട്ട് 3 നാൾ കൂടെ ഞാൻ പറഞ്ഞിട്ടില്ലേ? മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അന്ന് മുതൽ പറഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞത്? ഇവിടെ വൈരുദ്ധ്യമില്ല, തെറ്റൊന്നുമില്ല. മത്തായി അന്ന് മുതൽ എന്ന് പറഞ്ഞെങ്കിൽ ശരി തന്നെയാ. അന്ന് മുതൽ വ്യക്തമായി പറഞ്ഞു തുടങ്ങി. അന്ന് വരെ സദൃശ രൂപത്തിലാണ് പറഞ്ഞത്. ഈ മന്ദിരം പൊളിപ്പീൻ. ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായത് എന്തുവാ പരിപാടി. മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതായിരുന്നു. മോശ പിച്ചളക്കപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. സദൃശ രൂപമാണ്. യോന കടലാനയുടെ ഒരു സദൃശ രൂപമാണ്. അങ്ങനെ ഓരോന്ന് വിദ്വരെയും പറഞ്ഞതൊക്കെ സദൃശ രൂപത്തിലാണ്. അന്ന് മുതൽ വ്യക്തമായി പറഞ്ഞു തുടങ്ങി. നാം ഇപ്പോൾ യെരൂശലേമിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഇന്ന കാര്യങ്ങൾ 1, 2, 3 ഇവയെല്ലാം നടക്കും. അപ്പോൾ അന്ന് മുതലാണ് ഇത് വ്യക്തമായി പറഞ്ഞു തുടങ്ങി. എന്നാൽ നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവ് മുന്നറിയിച്ചിരുന്നു. തൻ്റെ യാഗത്തെക്കുറിച്ച്, വരുവാനുള്ള കഷ്ടതയെക്കുറിച്ച് മുന്നറിയിച്ചിരുന്നു. മുന്നറിയിക്കുന്ന കാര്യം പ്രധാനമുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യത്തെ അത് കാണിക്കുന്നതാണ്. വേറെയും വാക്യങ്ങളുണ്ട്, അതൊന്നും എഴുതുവാനായിട്ട് ആവശ്യമില്ല. രണ്ടാമത്തെ പോയിന്റ്, പുതിയ നിയമത്തിലെ പ്രധാന വിഷയമാണ് ക്രൂശീകരണം. സുവിശേഷങ്ങളിലെ 5-ലൊരു ഭാഗം കർത്താവിൻ്റെ ഒടുവിലത്തെ 3 ദിവസങ്ങളുടെ വിവരണമാണ്. സുവിശേഷങ്ങളിലെ 5-ലൊരു ഭാഗം കർത്താവിൻ്റെ ഭൂമിയിലെ ഒടുവിലത്തെ 3 ദിവസങ്ങളുടെ വിവരണമാണ്. നമ്മളിങ്ങനെ വിചാരിക്കുക, നാം ആരുടെയെങ്കിലും ജീവചരിത്രം എഴുതുകയാണെന്ന് വിചാരിക്കുക, മരണത്തിന് അധികം പ്രാധാന്യം കൊടുക്കുമോ? ഇല്ല, മരണത്തിന് അധികം പ്രാധാന്യം കൊടുക്കുകയില്ല. ജീവിതത്തിനും പുകഴ്ചയായി പറയാവുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. മരണത്തിന് പ്രാധാന്യം കൊടുക്കാമല്ലോ, 1-2 പേജിൽ നമ്മൾ നിർത്തും. എന്നാൽ ഇവിടെ നാം കാണുമ്പോൾ, സുവിശേഷങ്ങൾ എഴുതുമ്പോൾ, ഉദാഹരണത്തിന് നോക്കുക, യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം മുതൽ ഒടുവിലത്തെ ഒരാഴ്ചയാണ്. 12-ാം അധ്യായം മുതൽ ഒടുവിലത്തെ ആഴ്ച തുടങ്ങുക. 21 അധ്യായമേ യോഹന്നാനുള്ളൂ. 12-ാമത്തെ അധ്യായം മുതൽ ഒടുവിലത്തെ ആഴ്ചയാണ്. ഒരാഴ്ചയെക്കുറിച്ച് വിവരിക്കുക. പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാര്യങ്ങളും അതിലുണ്ട്. എന്നാൽ നല്ലൊരു ഭാഗം ഇതിനായിട്ട്, അതുപോലെ ഓരോ സുവിശേഷവും, മർക്കോസിൻ്റെ സുവിശേഷവും ഒക്കെ നോക്കിയാൽ നല്ലൊരു ഭാഗവും ഇക്കാര്യം പറയാനായിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള വിവരണം അവർക്ക് മറച്ചു വെക്കാനുള്ള ഒരു കാര്യമായിരുന്നില്ല, ഉയർത്തിക്കാട്ടാനുള്ള ഒരു കാര്യമായിരുന്നു. മരണം ഒരു പരാജയമായിരുന്നില്ല, അതവനൊരു വിജയമായിരുന്നു. മരണം യാദൃശ്ചികമായി നടന്നു വന്നല്ല, അതിനായി അവൻ വന്നതാണ്. അതുകൊണ്ടാണ് അത്ര പ്രാധാന്യം നൽകി ആ കാര്യം അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വ്യക്തമാണല്ലോ. വേറൊരു കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്. പുതിയ നിയമത്തിലെ ഓരോ 53 വാക്യങ്ങൾക്കും ഒരു വാക്യം ക്രൂശിനെ കുറിച്ചുള്ളതാണ്. മനസ്സിലാവുന്നല്ലോ? പുതിയ നിയമത്തെ വാക്യങ്ങളെല്ലാം എണ്ണി കണക്ക് നോക്കുക. അപ്പോൾ അത് നോക്കിയാൽ
33 വാക്യത്തിനൊരു വാക്യം ക്രൂശിനെ കുറിച്ചുള്ള നേരിട്ടുള്ള പരാമർശമായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ നിയമത്തിൽ ഇത് പ്രധാന വിഷയമെന്നുള്ള സംഗതിയാണ്. 3, കർത്താവിൻ്റെ ജഡാവതാരത്തിൻ്റെ ഉദ്ദേശം ക്രൂശ് മരണമായിരുന്നു. കർത്താവിൻ്റെ ജഡാവതാരത്തിൻ്റെ ഉദ്ദേശം ക്രൂശ് മരണമായിരുന്നു. മർക്കോസ് 10:45, 1 യോഹന്നാൻ 3, 5, 8, എബ്രായർ 2, 9, 14, 26, 9-14, 26, മർക്കോസ് 10:45. 4, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രധാന വിഷയം ക്രൂശാണ്. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രധാന വിഷയം ക്രൂശാണ്. പ്രധാന വിഷയം ക്രൂശ് മരണമാണ്. 1 കൊരിന്ത്യർ 1, 17, 18, 23, 1-ന്റെ 17, 18, 23, 15-3, 2-ന്റെ 2, ഇതെല്ലാം 1 കൊരിന്ത്യർ. അതെ. 5, മനുഷ്യരുടെ രക്ഷയ്ക്ക് ഇതാവശ്യമായിരുന്നു. എബ്രായർ 9-ന്റെ 22, 26, എബ്രായർ 9, 22, 26. സ്വർഗത്തിലും 6, സ്വർഗത്തിലും പ്രധാന വിഷയം ഇത് തന്നെ. ലൂക്കോസ് 9:31, വെളിപ്പാട് 5:8-12, ലൂക്കോസ് 9:31, വെളിപ്പാട് 5:8-12 വരെ. 5-ാം അധ്യായത്തിൽ, വെളിപ്പാട് 5-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട്, ഓർക്കുന്നുണ്ടല്ലോ, സ്വർഗത്തിലെ ആരാധന. അപ്പോൾ അവിടെയും ക്രൂശ് മരണമാണ് പ്രകീർത്തിക്കുന്നത്. ലൂക്കോസ് 9:31 വായിച്ചാട്ട് അതെന്താണെന്ന് നോക്കാം. ലൂക്കോസ് 9:31. അവൻ തേജസ്സിൽ പ്രത്യക്ഷനായി അവൻ യെരൂശലേമിൽ പ്രാർത്ഥന നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതെന്താണ് പറയുന്നത്? മറുരൂപ മലയിലുണ്ടായ അനുഭവമാണ്. കർത്താവ് അവിടെ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു, രൂപാന്തരപ്പെട്ടു. അവിടെ പിന്നെ ആര് വന്നു? ആര് പ്രത്യക്ഷപ്പെട്ടു അവിടെ? മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവർ തമ്മിൽ സംസാരിച്ച കാര്യം അവിടെ പറയുന്നത് എന്തായിരുന്നു? സംസാര വിഷയം ക്രൂശീകരണം. യെരൂശലേമിൽ വരാനുള്ള തൻ്റെ ക്രൂശീകരണം, കഷ്ടത. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വന്ന് ഇവർ പറയാനുള്ളത് ഇതാ, സ്വർഗത്തിലെ കാര്യം എങ്ങനെയാണെന്നോ, പിതാവ് എങ്ങനെയുണ്ടെന്നോ, ആ ഗബ്രിയേൽ എങ്ങനെയുണ്ടെന്നോ, ഇവിടുന്ന് വന്ന വിശുദ്ധന്മാരൊക്കെ അവിടെ സുഖമായിരിക്കുന്നെന്നോ, ഇല്ല, അതൊന്നും അല്ല. 33 വർഷം അല്ലെങ്കിൽ 33.5 വർഷം എങ്ങനെ ഉണ്ടായിരുന്നെന്നോ, ഇല്ല, ഒന്നുമല്ല. പിന്നെ വരാനുള്ള ക്രൂശീകരണം പ്രധാന വിഷയമാണ്. അപ്പോൾ അതും നമ്മെ ഓർപ്പിക്കുന്നത് ഈ സംഗതിയുടെ പ്രാധാന്യമാണ്, ഇതിൻ്റെ പ്രാധാന്യമാണ്. അവിടെ അവസാനത്തുള്ള രക്തം വരെയും ചൊഴിഞ്ഞു എന്ന് പറയുന്നത് ഒടുവിൽ കുന്തം കൊണ്ട് കുത്തി വെള്ളം വന്നു, അതിൽ നിന്നുള്ള ഭാവനയാണ് ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവസാനത്തുള്ളി വരെയും രക്തം ചിന്തി, പിന്നീട് നാം ആ ശരീരം കാണുമ്പോൾ അതിൽ രക്തം കാണുന്നുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. എന്നാൽ അത് പറയുമ്പോൾ അത് സദൃശ രൂപത്തിൽ അവൻ അവസാനത്തോളം കഷ്ടം സഹിച്ചു, അവൻ്റെ ജീവൻ മുഴുവനായി നമുക്കായി തന്നു എന്നുള്ളതിൻ്റെ ഒരു സദൃശ രൂപത്തിലുള്ള ഒരു പറച്ചിലത് മാത്രമേ ഉള്ളൂ. ലിറ്ററലായിട്ടുള്ളൊരു പ്രയോഗമായി നാം എടുക്കുവാനായിട്ട് ആവശ്യമില്ല. അതെ, അതിന് പറയുന്ന ഒരു സദൃശ രൂപത്തിലുള്ള ഒരു പറച്ചിൽ എന്നുള്ളതേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് വചനത്തിൽ നിന്നൊന്നും എടുത്തു പറയാനായിട്ടില്ല. ഇനി അടുത്തത് ക്രൂശീകരണത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ സ്വഭാവങ്ങൾ. ഇത് ക്രൂശ് മരണത്തിൽ അടുത്ത വിഭാഗമാണ്. ആദ്യം നാം കണ്ടത് ക്രൂശീകരണത്തിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ നാം കാണുന്നത് ക്രൂശീകരണത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ക്രൂശ് മരണത്തിൻ്റെ സ്വഭാവങ്ങൾ. ക്രൂശീകരണത്തിൻ്റെ എന്നല്ല, ക്രൂശ് മരണത്തിൻ്റെ സ്വഭാവങ്ങൾ. 1, അത് പാപിക്ക് പകരമായിട്ടുള്ളതായിരുന്നു. സർവ്വമനുഷ്യരും പാപികളാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പോൾ കർത്താവ് ആ ശമ്പളം മുഴുവനായി കൊടുത്തു തീർക്കുകയായിരുന്നു. പാപമില്ലാത്തവൻ പാപിക്ക് വേണ്ടി പാപത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് ന്യായമാണോ? അത് അനീതിയല്ലേ? അപ്പോൾ ദൈവം അനീതിയുള്ളവരെന്ന് വരുമോ? അതിൽ അനീതിയില്ല. അതിന് കാരണം ഇപ്പോൾ ഗബ്രിയേലിനെ അതിനായിട്ട് നിയോഗിക്കുകയായിരുന്നെങ്കിൽ അനീതിയാണെന്ന് പറയാം. ഗബ്രിയേലിൻ്റെ ഒക്കുകയില്ല, അത് മറ്റൊരു സംഗതി. ഗബ്രിയേലിനെ ഞാൻ നിയോഗിക്കുന്ന ഒന്ന് അനുമാനിക്കുക എങ്കിൽ അത് അനീതിയായിരുന്നു. ഇതങ്ങനെയായിരുന്നില്ല. ശിക്ഷ താൻ വിധിച്ച് താൻ തന്നെ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു.
മനസ്സിലാവുന്നുണ്ടല്ലോ? അതിപ്പോൾ അനീതി അവിടെ ഇല്ല. വേറൊരുവൻ്റെ മേൽ ചാർത്തുകയായിരുന്നില്ല. അതാ ഞാൻ പറയാം, ദൂതന്മാരുടെ മേൽ പെടുകയായിരുന്നില്ല. അത് ശിക്ഷ വിധിച്ച് താൻ തന്നെ ശിക്ഷ ഏൽക്കുകയായിരുന്നു. കാരണം പുത്രനെ അയച്ചു എന്ന് പറയുമ്പോഴും അത് താൻ തന്നെ ഏൽക്കുകയാണ്. ഉൽപ്പത്തി 3:21, 22:13, യെശയ്യാ 53:5-6, 53:5-6, മർക്കോസ് 10:45, മർക്കോസ് 10:45, 1 തിമോത്തിയോസ് 2:6, 1 തിമോത്തി 2:6, 2 കൊരിന്ത്യർ 5:21, 2. അത് പാപിക്ക് വീണ്ടെടുപ്പാണ്. അത് പാപിക്ക് വീണ്ടെടുപ്പാണ്. എഫേസ്യ 1:7, 1 പത്രോസ് 1:18-19, എഫേസ്യർ 1:7, 1 പത്രോസ് 1:17-19, ഇയ്യോബ് 19:25. എന്താ വീണ്ടെടുപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം? വീണ്ടെടുപ്പ് സാധാരണ നാം കേൾക്കുന്ന വാക്കുകളാണല്ലോ. ഈ വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് അടിമച്ചന്തയോട് ബന്ധപ്പെട്ട ഒരു വാക്കായിരുന്നു. ഇന്ന് നമ്മൾ വെജിറ്റബിൾ വാങ്ങാനോ മീൻ വാങ്ങാനോ ഒക്കെ ചന്തയിൽ പോകുന്ന പോലെ അടിമകളെ വാങ്ങുവാൻ ചിലപ്പോൾ ഒരു ദിവസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു മാസത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനായിരിക്കാം. അതിനായിട്ട് ചന്തയിൽ പോയി അടിമകളെ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ആ അടിമയെ ചന്തയിൽ പോയി കണ്ട് വില പേശി അതിൻ്റെ വീണ്ടെടുപ്പ് വില കൊടുത്ത് അവനെ വെളിയിലേക്ക് കൊണ്ടുവരുന്ന ആ ക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കാണിത്, വീണ്ടെടുപ്പ്. അതെ, ഈ വീണ്ടെടുപ്പിന് പല വാക്കുകൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളം ബൈബിളിലൊക്കെ വീണ്ടെടുപ്പ് എന്ന് തന്നെയാണ് കാണുന്നത്, അല്ലെങ്കിൽ വിടുതലെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്നാൽ മൂലഭാഷയിൽ 4 വാക്കുകളാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. 4 വാക്കുകൾ. ആ വാക്കുകൾ ഞാൻ പറയുന്നില്ല, വാക്കുകളുടെ അർത്ഥം ഞാൻ പറയാം. ആദ്യത്തെ വാക്കിൻ്റെ അർത്ഥം അടിമച്ചന്തയിൽ വാങ്ങുക. അടിമച്ചന്തയിൽ വാങ്ങുക. അല്ല, ഞാനിപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞല്ലോ, വീണ്ടെടുപ്പാണ്, ക്രൂശ് മരണം വീണ്ടെടുപ്പാണെന്ന്. അപ്പോൾ ആ വീണ്ടെടുപ്പ് ഞാനൊന്ന് വിശദീകരിക്കുക. ഇല്ലേ, ഒരു പോയിന്റ് പറഞ്ഞില്ലേ? അങ്ങനെ ഇല്ലേ? പറഞ്ഞില്ലേ? പറഞ്ഞു. അപ്പോൾ ആ വീണ്ടെടുപ്പ് എന്നുള്ള വാക്ക് നാം ഉപയോഗിച്ച് ആ വീണ്ടെടുപ്പ് എന്ന വാക്ക് ഞാൻ വിശദീകരിക്കുക. അതെ, അത് ഞാൻ വിശദീകരിക്കുക. അപ്പോൾ വീണ്ടെടുപ്പ് അടിമച്ചന്തയോട് ബന്ധപ്പെട്ട വാക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, പുതിയ നിയമത്തിൽ വീണ്ടെടുപ്പിന് 4 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ തർജ്ജമകളിൽ 1 കാണുന്നുള്ളൂ. എന്നാൽ മൂലഭാഷയിൽ 4 വാക്കുകളുടെ തർജ്ജമയാണത്. ഒന്നാമത്തെ വാക്കിനർത്ഥം അടിമച്ചന്തയിൽ വാങ്ങുക. രണ്ടാമത്തെ വാക്കിനർത്ഥം അടിമച്ചന്തയിൽ നിന്ന് വാങ്ങുക. മൂന്നാമത്തെ വാക്കിനർത്ഥം വില കൊടുത്ത് വാങ്ങുക. നാലാമത്തെ വാക്കിനർത്ഥം വാങ്ങി സ്വന്തമാക്കുക. മനസ്സിലായല്ലോ 4 വാക്കുകൾ? 1 ചന്തയിൽ വാങ്ങുക, 2 നിന്ന് വാങ്ങുക, 3 വില കൊടുത്ത് വാങ്ങുക, 4 വാങ്ങി സ്വന്തമാക്കുക. ഇത് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന, വീണ്ടെടുപ്പിന് ഉപയോഗിച്ചിരിക്കുന്ന 4 വാക്കുകളുടെ അർത്ഥങ്ങളാണ്. വ്യത്യസ്ത അർത്ഥങ്ങളാണ്. ഇത് സമാനാർത്ഥങ്ങളുള്ളതാണ്. എന്നാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ അല്പ വ്യത്യാസം അർത്ഥത്തിൽ നാം കാണുന്നു. എന്നാൽ ആ വ്യത്യാസം നാം നോക്കിയാൽ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചന്തയിൽ വാങ്ങുക എന്ന് പറയുമ്പോൾ നാം ആ ചന്തയിൽ നിൽക്കുന്നവരായിരുന്നു. ഏത് ചന്തയിൽ? അടിമച്ചന്തയിൽ. നാം അടിമകളായിരുന്നു. പാപത്തിന്, അതുപോലെ ലോകത്തിന്, പിശാചിന്, ജഡത്തിന്, വളരെ കാര്യങ്ങൾ പറയാമല്ലോ. അതിനൊക്കെ നാം അടിമകളായിരുന്നു. അപ്പോൾ ആദ്യത്തെ വാക്ക് നാമെ അതാണ് ഓർപ്പിക്കുന്നത്. നാം പണ്ട് എന്തായിരുന്നു? ചന്തയിലായിരുന്നു. രണ്ടാമത്തെ വാക്ക് ചന്തയിൽ നിന്നെന്ന് പറയുമ്പോൾ നമ്മെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്, സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നത്. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് അടിമച്ചന്തയിലല്ല നിൽക്കുന്നത്, അവിടെ നിന്ന് നാം വന്നു. മൂന്നാമത്തെ വാക്ക് വില കൊടുത്ത് വാങ്ങുക. അതിന് വില കൊടുക്കേണ്ടതായി വന്നു. എന്ത് വില? തൻ്റെ രക്തം, തൻ്റെ ജീവൻ നമുക്കായി നൽകി. അതുകൊണ്ട് ഇപ്പം നാം ആരാ? വാങ്ങി സ്വന്തമാക്കി. നാം അവൻ്റെതാ, നാം അവൻ്റെ അടിമകളാണ്. അപ്പോൾ ഇപ്പോഴും അടിമകളാണല്ലോ. ഇപ്പോഴും അടിമകളാണല്ലോ. അവൻ്റെ അടിമ അനുഭവിക്കുന്നിടത്തോളം സ്വാതന്ത്ര്യം വേറൊരുത്തർക്കും ലോകത്തിലില്ല.
മനസ്സിലാവുന്നുണ്ടല്ലോ? അത് നമ്മുടെ ഇപ്പോഴത്തെ സംഗതി കാണിക്കുന്നതാ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ 4 വാക്കുകൾ നോക്കിയാൽ വീണ്ടെടുപ്പ് സംബന്ധിച്ചുള്ള സത്യങ്ങളെല്ലാം നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാം ക്രൂശ് മരണം സംബന്ധിക്കുന്നതുമാണ്. അവൻ്റെ ക്രൂശ് മരണം നമുക്ക് വീണ്ടെടുപ്പായി തീർന്നു. അവൻ നമുക്ക് വീണ്ടെടുപ്പുകാരൻ. 3, ക്രൂശ് മരണം നമുക്ക് പ്രായശ്ചിത്തമായി തീർന്നു. പ്രായശ്ചിത്തം. റോമർ 3:25. പ്രായശ്ചിത്തം. അതെ, 3:25. ഒന്ന് വായിച്ചാട്ട് ആ വാക്യം. റോമർ 3:25. സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. മതി. പ്രായശ്ചിത്തമാകുവാൻ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. പ്രായശ്ചിത്തം അതിൻ്റെ അർത്ഥം എന്താ? പ്രായശ്ചിത്തം എന്താ? പകരത്തിന് പകരം. എന്താ പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം? പകരം. ഈ വാക്കിൽ കൂടുതൽ അർത്ഥമുണ്ട്. ഈ വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൽ അധികം അർത്ഥമുണ്ട്. അതിങ്ങനെ വിശദീകരിക്കാം. പഴയ നിയമത്തിൽ കൃപാസനം ഓർക്കുന്നുണ്ടോ? പഴയ നിയമത്തിലെ കൃപാസനം എന്തായിരുന്നു? ആ കൃപാസനം നിയമപെട്ടകത്തിൻ്റെ അടപ്പ. മനസ്സിലാവുന്നുണ്ടല്ലോ? നിയമപെട്ടകത്തിൻ്റെ അടപ്പ. നിയമപെട്ടകം എന്താ? എവിടെയാണ് അത് കാണുന്നത്? അതിവിശുദ്ധ സ്ഥലത്ത്. ഓക്കെ, പ്രാകാരമുണ്ട്. അവിടെ ഒരു വശത്ത് യാഗപീഠം, മറ്റേ വശത്ത് എന്തുണ്ട്? വെള്ളം വെച്ചിരിക്കുന്ന തൊട്ടി. പിന്നെ അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കവരവിളക്കുണ്ട്. പിന്നെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്. പിന്നെ ധൂപപീഠമുണ്ട്. പിന്നെ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിയമപെട്ടകമുണ്ട്. നിയമപെട്ടകത്തിന് മുകളിലുള്ള അടപ്പാണ് കൃപാസനം. അതിനെ മറച്ചിരിക്കുന്നതാണ് കൃപാസനം. 2 വശത്തും കരൂപുകളും. ഓർക്കുന്നുണ്ടല്ലോ? അതാണ് കൃപാസനം എന്ന് പറയുന്നത്. അപ്പോൾ ആ അടപ്പാണ് കൃപാസനം. നിയമപെട്ടകത്തെ അടയ്ക്കുന്ന അടപ്പാണ് കൃപാസനം. ആട്ട് ചോദിക്കട്ടെ, നിയമപെട്ടകത്തിൽ എന്താ ഉള്ളത്? അഹരോന്റെ തളിർത്തവടി, മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം, കൽപ്പലകകൾ. ഈ 3 കാര്യങ്ങൾ എന്തിനെ കാണിക്കുന്നു? ഈ 3ഉം ഇസ്രയേല്യരുടെ മരുഭൂമിയിൽ വെച്ചുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള പാപങ്ങളെ ഓർപ്പിക്കുന്നതാണ്. അഹരോന്റെ തളിർത്തവടി എന്തുകൊണ്ടാണ് അതവിടെ ഉള്ളത്? മത്സരം. കോര്, ദാദാൻ, അബീറാം, വേറെ 250 പേർ മോശയ്ക്കും അഹരോനുമെതിരായി മത്സരിച്ചു. ഓർക്കുന്നുണ്ടല്ലോ? ദൈവത്തിന് നിങ്ങളോട് മാത്രമേ സംസാരിക്കാനൊക്കെ ഉള്ളൂ, ഞങ്ങളും ദൈവത്തിനുള്ളവരാ. അവരുടെ അധികാരത്തെ, ദൈവം നൽകിയ അധികാരത്തിനെതിരെ മത്സരിച്ചു. അതിൻ്റെ ഓർമ്മയായത് അഹരോന്റെ തളിർത്ത പടി. ദൈവം അഹരോനെ ആ ഗോത്രത്തെയും തിരഞ്ഞെടുത്തതിൻ്റെ ചിത്രമാണ്. ഇനിയും ആ മന്ന ഇട്ട് വെച്ചിരിക്കുന്ന പാത്രം ഓർക്കുക. അത് നമ്മെ ഓർപ്പിക്കുന്നത് മറ്റൊരു പാപത്തെയാണ്. ഇവരുടെ പിറുപിറുപ്പ്. ഞങ്ങൾക്കൊന്നുമില്ല, കൊല്ലാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ പിറുപിറുത്തു. ദൈവം പിന്നെ ഇത് നൽകി മന്ന. ആദ്യം അത് കണ്ടപ്പോൾ എന്താ മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം? ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, വാട്ട് ഈസ് ഇറ്റ്? ഇതെന്ത്? മനസ്സിലാവുന്നുണ്ടോ? അത് ആ വാക്കിൻ്റെ അർത്ഥം. അത് ആദ്യം കണ്ടപ്പോൾ അവർക്ക് വന്ന അതിശയത്തെ അത് കാണിക്കുന്ന. അത് കണ്ടുകൊണ്ട് ആദ്യം പറഞ്ഞ ഇതായിരിക്കും, അയ്യോ ഇതെന്താ ഇത്? ഇന്നുവരെയും കണ്ടിട്ടില്ലാത്തതെന്ന്. അത്ഭുതകരമായിട്ട് അവർക്ക് സ്വർഗത്ത് നിന്നും കൊടുത്തതാണ്. എന്നാൽ പിന്നെ കുറച്ച് ഇന്നും തിന്ന് അങ്ങ് മടുത്തു. പിന്നെ അവസാനം അത് തന്നെ പറഞ്ഞു, ഇതെന്ത്? മനസ്സിലാകുന്നുണ്ടല്ലോ? പണ്ട് അതിശയമായിട്ടത് പറഞ്ഞെങ്കിൽ പിന്നെ അത് നിന്നയായിട്ട് പറയാൻ തുടങ്ങി. അത് തന്നെ മന്ന എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ. അത് കിട്ടുക ശരിയാ. മന്ന എന്ന വാക്കിൻ്റെ അർത്ഥം ഇതെന്ത് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം അത് അതിശയമായിട്ട് അവർ അത് പറഞ്ഞെങ്കിലും പിന്നെ അത് നിന്നയായിട്ടാണ് പറഞ്ഞു. എന്നും ഇത് തിന്നണം അല്ലേ? എന്നും ഇത് തിന്നണം, ഇതെന്തായത് എന്നുള്ള അർത്ഥത്തിൽ അവർ പിന്നെ പറയാൻ തുടങ്ങി. ഓക്കെ, അവിടെ പ്രധാനമായും നാം ചിന്തിക്കേണ്ടത് അവരുടെ പിറുപിറുപ്പ്. ഇനി 3-മത്തേത് കൽപ്പലകൾ. ഈ കൽപ്പലകൾ, ഈ ഇരിക്കുന്ന കൽപ്പലകൾ ഒറിജിനൽ അല്ല. ഓർക്കുന്നുണ്ടല്ലോ? ഒറിജിനലിന് എന്ത് പറ്റി? അത് പൊടിച്ച് ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. എന്ത് കാരണം?
കാളക്കുട്ടി ഉണ്ടാക്കി, വിഗ്രഹാരാധന. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് ജനത്തിൻ്റെ വലിയ പാപത്തെയാണ്. 1 മത്സരം, 2 പിറുവെറുപ്പ്, 3 വിഗ്രഹാരാധന. ഈ ഓർമ്മ ഉള്ളിൽ വെച്ചിരിക്കുക. എന്നാൽ ഇപ്പോഴത് പുറത്ത് കാണാമോ? എന്തുകൊണ്ട്? കൃപാസനം അതിന് മേലെ ഇരിക്കുക. എല്ലാ വർഷവും മഹാപുരോഹിതൻ അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ യാഗമൃഗത്തിൻ്റെ രക്തവുമായിട്ടാണ് പോകുന്നത്. അത് അതിൻ്റെ മുകളിൽ തളിക്കുകയും ചെയ്യും. ഓർക്കുന്നുണ്ടല്ലോ ഇതെല്ലാം? ലേവ്യ 16-ാം അധ്യായത്തിൽ ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഈ 3 പാപങ്ങളെ മറയ്ക്കുന്നതാണ് കൃപാസനം. നാം ഇപ്പോൾ വായിച്ചത് അവൻ്റെ രക്തം മൂലം നമുക്ക് പ്രായശ്ചിത്തമുണ്ട്, ഇല്ലേ? പാപങ്ങളിൽ നിന്ന് നമുക്ക് പ്രായശ്ചിത്തമുണ്ട് എന്ന് വെച്ചാൽ അവൻ നമ്മുടെ കൃപാസനം, അവൻ നമ്മുടെ പാപത്തെ മറയ്ക്കുന്നു. പ്രായശ്ചിത്തം എന്ന വാക്കിൽ അർത്ഥമാക്കുന്നത് ആ പ്രധാന കാര്യമാണ്. നമ്മുടെ പാപത്തെ അവൻ മറയ്ക്കുന്നു. പഴയ നിയമ ഭാഷയിൽ മറയ്ക്കുന്നു എന്നുള്ളതായിരുന്നു. ലംഘനം മറച്ചും, അകൃത്യം എങ്ങനെ വാക്യം? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ഇല്ലേ? ഇല്ല, അത് ഞാൻ പറഞ്ഞു വരുന്നത് അന്ന് മറയ്ക്കുക മാത്രമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഭാഷ മാറി. ഇവിടെ നാം കാണുന്നത് കേവലം മറയ്ക്കുക അല്ല, പിന്നെ നീക്കം ചെയ്തു. അതവിടെ ഇല്ല. ക്ഷമിച്ചു, നീതീകരിച്ചു, കഴുകിക്കളഞ്ഞു. കേവലം മറയ്ക്കുകയായിരുന്നില്ല. അതാണ് പ്രായശ്ചിത്തം. അവൻ നമ്മുടെ പാപത്തെ, ലംഘനത്തെയൊക്കെ മറയ്ക്കുന്നവനായി തീർന്നു, നീക്കുന്നവനായി തീർന്നു. കേവലം മറയ്ക്കുകയല്ല, പഴയ നിയമ ഭാഷ, അത് നീക്കുന്നവനായി തീർന്നു. ശുദ്ധീകരണം രക്തത്താലുണ്ട്. വെള്ളത്താലാണ് കഴുകുന്നത്. രക്തത്താൽ രക്തത്തളിപ്പ. ജലത്താലാണ് കഴുകുക. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ വ്യക്തമായി നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത്. പ്രായശ്ചിത്തം വ്യക്തമാണല്ലോ. അവ നമുക്ക് കൃപാസനമായി തീർന്നു. വേറൊന്നുകൂടി പറയാം, ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളിപ്പോൾ റോമർ 3:25 പ്രായശ്ചിത്തം എന്നുള്ള വാക്ക് കണ്ടു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് തുല്യമായ എബ്രായ വാക്കാണ് കൃപാസനത്തിനുള്ള വാക്ക്. ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രായശ്ചിത്തത്തിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കിന് തുല്യമായിട്ടുള്ള വാക്ക്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ പ്രായശ്ചിത്തമായി തീർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവൻ കൃപാസനമായി തീർന്നു എന്ന് തന്നെ വായിക്കാം. നമ്മുടെ പാപത്തിന് അവൻ പരിഹാരമായി തീർന്നു. ഇനിയും അടുത്ത ഒന്നുകൂടെ എഴുതുക, 4-ാമത്തേത്. ക്രൂശീകരണത്തിൻ്റെ സ്വഭാവങ്ങളാണ് നാം നോക്കുന്നത്. ക്രൂശുമരണത്തിൻ്റെ അത് പാപത്തെ പരിഹരിച്ചു. അത് പാപത്തെ പരിഹരിച്ചു. അത് പാപത്തെ പരിഹരിച്ചു. അത് പാപത്തെ പരിഹരിച്ചു. എബ്രായ 1:3, യോഹന്നാൻ 19:30, യോഹന്നാൻ 19:30, റോമർ 6:9-10, എബ്രായർ 1:3 മാത്രം വായിക്കാം. നോക്കുക, പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം പാപങ്ങൾ അവൻ പരിഹരിച്ചു. ഈ പരിഹരിച്ചു എന്നുള്ള വാക്കിനെ ഒരാൾ വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വിദ്യാർത്ഥിയെ നാം മനസ്സിൽ കാണുക. ഒരു കൊച്ചു പയ്യൻ, അവൻ്റെ കണക്കെഴുതാനായിട്ട് അവൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വഴിക്കണക്കുകളൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി ദീർഘമായിട്ടുള്ളതാണ്. എഴുതാനൊക്കെ നോക്കിയിട്ട് എങ്ങും എത്തുന്നില്ല, അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ആ പേപ്പർ അവിടെ വെച്ച് കൊടുത്ത് കരയാനായിട്ട് തുടങ്ങി. അവൻ്റെ ടീച്ചറോ അവൻ്റെ അമ്മയോ മറ്റോ അടുത്ത് വന്നു, എടുത്തു നോക്കി, എന്തിനാണ് നീ കരയുന്നേ? എനിക്കിത് ചെയ്യാനൊക്കുന്നില്ല, എനിക്കിത് പരിഹരിക്കാനൊക്കുന്നില്ല. അപ്പോൾ അമ്മയോ ടീച്ചറോ കൂടെ ഇരുന്ന് ആ പേപ്പർ കയ്യിലെടുത്ത് അത് അവന് വേണ്ടി പരിഹരിച്ചു കൊടുത്തു. എന്തൊരു സന്തോഷം! അതിനുപയോഗിക്കുന്ന വാക്കാണിത്, പരിഹരിക്കുക. നമുക്ക് പരിഹരിക്കാനൊക്കാത്ത ഒരു വഴിക്കണക്കായിരുന്നു ഈ പാപം എന്ന് പറയുന്നത്. അവൻ വന്നത് ചെയ്തു, പരിഹരിച്ചു, സകലവും നിവൃത്തിയായി. ഇനിയും ഒരു പ്രവൃത്തിയും പാപപരിഹാരത്തിനായി നാം ചെയ്യുവാൻ, വിശ്വാസം മാത്രം.
വിശ്വാസത്തോടുകൂടി എന്തെങ്കിലും കൂടി ചേർക്കണമെന്ന് നാം പറയുന്നെങ്കിൽ ക്രൂശ് മരണം അപൂർണമാണ്, കർത്താവിൻ്റെ പ്രവൃത്തി അപൂർണമാണ്. ക്രൈസ്തവ ഗോളത്തിൽ നല്ലൊരു പങ്കും അതിനോടധികം ചേർക്കുന്നവരാ, അല്ലേ? അപ്പോൾ അതിൻ്റെ പോഷത്വം നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിവൃത്തിയായെന്നവൻ പറഞ്ഞുവെങ്കിൽ അതിനോടൊന്നും ചേർക്കുവാൻ ആവശ്യമില്ല. ഇനിയും ക്രൂശ് മരണത്തിൻ്റെ സാധ്യത ഞാനത് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടെടുപ്പ്, വിശുദ്ധീകരണം, ഇവിടെ 2 വാക്കുകൾ നിങ്ങൾ എഴുതിക്കൊള്ളുക. വേറെ ചില വിഷയങ്ങൾ നമ്മൾ എടുക്കാനായിട്ടുണ്ട്. ക്രൂശ് മരണത്തിൻ്റെ സാധ്യതകൾ നാം ഇതുവരെയും കണ്ടതും അത് തന്നെയാണ്. വീണ്ടെടുപ്പ്, വിശുദ്ധീകരണം. അടുത്ത ടോപ്പിക് എഴുതിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. ഇനി 3 കാര്യങ്ങൾ കൂടെ എടുക്കാനുള്ളത്: പുനരുത്ഥാനം, ഇന്നത്തെ ശുശ്രൂഷ, വീണ്ടും വരവ്. ഈ 3 ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുക. കാരണം 6 മണിക്ക് നാം നിർത്തണമല്ലോ, 5:15. അപ്പോൾ പുനരുത്ഥാനം, കർത്താവിനെ ക്രൂശിച്ചു അവനെ അടക്കം സംബന്ധിച്ച് എന്തായിരുന്നു പദ്ധതി? എങ്ങനെ അടക്കണമെന്നായിരുന്നു പദ്ധതി? ക്രൂശിക്കപ്പെടുന്നവരെ കുറിച്ച് പ്രത്യേക പദ്ധതിയൊന്നും അങ്ങനെ ആരും ഒരു കുഴിയെടുത്ത് കുഴിച്ചിടുക, അത്രയേ ഉള്ളൂ. യെശയ്യാ 53:9 വായിച്ചാട്ട്. യെശയ്യാ 53:9. അവർ അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. അവർ അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. എന്താ അതിൻ്റെ അർത്ഥം? അവർ എന്ന് പറയുന്നത് ആരാ? അവനെ ക്രൂശിച്ചവർ. അവന് ക്രിസ്തു എന്ന് വെച്ചാൽ അവരുടെ അടക്ക പദ്ധതി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്ക് അവന് ദുഷ്ടന്മാരോട് കൂടി എന്ന് വെച്ചാൽ കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരെയും ഇവനെയും ഒരു കുഴിയിലിട്ട് അടയ്ക്കാനുള്ളതായിരുന്നു അവരുടെ പദ്ധതി. ഇത് സുവിശേഷങ്ങളിൽ നാം കാണുന്നില്ല. യെശയ്യാവ് 700 വർഷത്തിന് മുമ്പ് പറയുക. ഇതായിരുന്നു അവരുടെ പദ്ധതി. ഒന്നിച്ച് 3 പേരെയും കൂടെ കുഴിച്ചിടുക. തൂക്കി കൊല്ലുന്നവരെയും ക്രൂശിക്കപ്പെട്ട് മരിക്കുന്നവരെയും ഒക്കെ അങ്ങനെ മാത്രമേ കരുതിയിരുന്നുള്ളൂ. അതിലപ്പുറം അവർ കരുതാറില്ലായിരുന്നു. കാരണം അങ്ങനെ ആ രീതിയിലുള്ള മരണം ക്രിമിനൽസിനുള്ളതാണ്. അപ്പോൾ ബഹുമാനത്തോടെ അടക്കുക എന്നുള്ളത് അവരുടെ പദ്ധതിയിലുള്ളതല്ല. 3 പേരെയും ഒരു കുഴിയിലിട്ട് മൂടുക എന്നുള്ളതായിരുന്നു. എന്നാൽ യെശയ്യാവ് ഒടുവിൽ പറഞ്ഞത് എന്താ? അവൻ തൻ്റെ മരണത്തിൽ അവൻ ആരോടുകൂടിയായിരുന്നു? സമ്പന്നന്മാരോടുകൂടി. അത് ഏതിൽ നിവൃത്തിയായി? ആരുടെ കല്ലറയിൽ? യോസെഫ്, അരിമത്യക്കാരനായ യോസെഫ്, മന്ത്രിയായിരുന്ന അരിമത്യക്കാരനായ യോസെഫിൻ്റെ കല്ല ഏറ്റവും ബഹുമാനത്തോടുകൂടി കർത്താവിന് അടക്കാൻ ലഭിച്ചു. നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് ആ മരണം തെളിയിച്ചതിന് ശേഷം, അവൻ മരിച്ചുവെന്ന് തെളിയിച്ചതിന് ശേഷം, ആ മരിച്ചുവെന്ന് തെളിയിച്ചത് എങ്ങനെയാണ്? വിലാവിൽ കുത്തി രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് നാം കാണുന്നു. അതിലാണ് അവൻ മരിച്ചു എന്നുള്ളത് മനുഷ്യർ തെളിയിച്ചത്. അതിനുശേഷം ഒരു ദുഷ്ടനും ആ ശരീരത്തിൽ തൊടാൻ പിതാവ് അനുവദിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അതിനു മുമ്പ് എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. തുപ്പാമായിരുന്നു, ഇടിക്കാമായിരുന്നു, അടിക്കാമായിരുന്നു, മുഖത്തുനിന്ന് രോമം പിഴാമായിരുന്നു. എന്തും ചെയ്യുവാൻ ആ ശരീരം അനുവദിച്ചു. എന്നാൽ മരണത്തിന് ശേഷം മാത്രമല്ല, ആ മരണം തെളിയിച്ചതിന് ശേഷം, മരിച്ചുവെന്ന് തെളിയിച്ചതിന് ശേഷം ഒരു ദുഷ്ടനും അതിൽ തൊടുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. ഏറ്റവും മാന്യമായ അടക്കം കർത്താവിന് വേണ്ടി. അത്രയും നാൾ ഇതെല്ലാം അനുവദിച്ചത് നമ്മെ ഓർത്താൽ. ഇനി ഉയർപ്പിനെക്കുറിച്ച് ചില വിവരണങ്ങൾ നമുക്ക് നോക്കാം. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുവെഴുത്തുകളിൻ പ്രകാരമായിരുന്നു. ചില വാക്യങ്ങൾ എഴുതിക്കൊള്ളുക. 16-ാം സങ്കീർത്തനം 10-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 2:29 മുതൽ 32, 2:29 മുതൽ 32 വരെ, ഗലാത്യർ 1:1, യോഹന്നാൻ 10:18, 1 പത്രോസ് 3:18. ഞാൻ ആ ഒടുവിൽ പറഞ്ഞ റെഫറൻസസ്, അതായത് ഗലാത്യ ലേഖനം 1:1, യോഹന്നാൻ 10:18, 1 പത്രോസ് 3:18, ഈ ഭാഗങ്ങൾ നാം നോക്കിയാൽ യോഹന്നാൻ 10:18 യേശുക്രിസ്തു താൻ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രയോഗം, 1 പത്രോസ് 3:18 പരിശുദ്ധാത്മാവിനാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു എന്ന പ്രയോഗം, ഗലാത്യർ 1:1 പിതാവ്
ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന പ്രയോഗം. അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഈ സംഗതിയിൽ പങ്കുണ്ട്. 2, കർത്താവ് എപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റേ? 3-ാം നാൾ. ശരി. എപ്പോ? പ്രഭാതത്തിൽ എന്ന് പറയാം അതിരാവിലെ. ആട്ട് ഞാൻ ചോദിക്കട്ടെ, കർത്താവ് 1-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ 1-ാം നാൾ എപ്പോൾ ആരംഭിക്കും? രാവിലെ 12 മണിക്ക്. ലോകത്തിലെല്ലാം പടക്കമൊക്കെ പൊട്ടിക്കുന്ന അപ്പോഴാണ് അല്ലേ? എത്ര? രാവിലെ 6 മണിക്ക്. 1-ാം ദിവസം ആരംഭിക്കുന്നത് നമ്മുടെ ശനിയാഴ്ച 6 മണിക്ക് ശേഷമാണ്. വേദപുസ്തക കണക്കനുസരിച്ച് രാവിലെ അല്ല ദിവസം തുടങ്ങുന്നത്, വൈകിട്ടാണ്. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. ഓർക്കുന്നുണ്ടല്ലോ? അപ്പോൾ ആരംഭം എപ്പോഴാണ്? സന്ധ്യയ്ക്ക്. അപ്പോൾ കർത്താവ് ശനിയാഴ്ച, നമ്മുടെ കണക്ക് പറയുക, ശനിയാഴ്ച 6 മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ഉയർത്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? 6 മണിക്ക് ശേഷം. ആ ചോദ്യം അങ്ങനെയല്ല. ഈ ചോദ്യം ചോദിക്കുന്നത് യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാവുന്നു. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് അപ്പോൾ 3 രാവും 3 പകലും ഇരുന്നത് കണക്ക് വെക്കുന്നത് എങ്ങനെയാ? അതാ ചോദ്യം. അതല്ലേ ചോദിച്ചത്? 3-ാം ദിവസം എന്നുള്ളതല്ല ചോദ്യം. 3-ാം ദിവസം എന്ന് 3-ാം നാളെന്ന് ചോദിച്ചാൽ എളുപ്പമാ ഉത്തരം പറയാൻ. മനസ്സിലായോ? എന്നാൽ 3 രാവും 3 പകലും എന്ന് പറയുമ്പോൾ അല്പം പ്രയാസമാവും ഉത്തരം പറയാൻ. എന്നാൽ അത് നാം 3 രാവും 3 പകലും എന്നുള്ളത് ലിറ്ററലായിട്ട് അത് അങ്ങനെ തന്നെ എടുക്കാതെ 3 ദിവസം എന്നതിനെ എടുക്കുക. എങ്കിൽ നമുക്ക് കണക്ക് ഒത്തുവരും. കാരണം ഇത് കണക്കൊത്തി ഒപ്പിക്കാനായിട്ട് ചിലർ കർത്താവ് ബുധനാഴ്ച ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, വ്യാഴാഴ്ച ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, പൊതുവായി വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നവരുമുണ്ട്. നമുക്ക് വെള്ളിയാഴ്ച തന്നെ എടുക്കാം. കാരണം പൊതുവേ എല്ലാവരും പറയുന്നത് ആ നിലയിലാണ്. വ്യാഴാഴ്ച എന്ന് പറയുന്ന അനേകരുണ്ട് ആക്ച്വലി. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാവുകയില്ല, ഈ പറഞ്ഞ പ്രശ്നം. എന്നാൽ വെള്ളിയാഴ്ച തന്നെ എടുക്കുക. വെള്ളിയാഴ്ച ഏതാണ്ട് 4 മണിയോടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടിരിക്കുക. 6-ന് മുൻപ് അവൻ ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു ദിവസം തൊട്ടു. ആ ഒരു ദിവസം തൊടുന്നതിനെ 1 രാവും 1 പകലും എന്ന് കണക്കെടുക്കും യഹൂദ കണക്കനുസരിച്ച്. പിന്നെ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി തൊട്ട് അടുത്ത ദിവസം ശനിയാഴ്ച വൈകിട്ട് 6 മണി വരെ അത് പൂർണ്ണമായിട്ടും 1 രാവും 1 പകലുമായി. പിന്നെ 6 മണിക്ക് ശേഷം ഏത് സമയമെന്ന് ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും 3-ാമത്തെ ദിവസം തൊട്ടു ആ ദിവസത്തെയും 1 രാവും 1 പകലും എന്ന് കണക്കിൽ എടുക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ ആ കാര്യത്തെ വിശദീകരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ലോകത്തിൽ എല്ലാവരും മിക്കവാറും ആളുകൾ വിശ്വസിക്കുന്ന അതിരാവിലെ എന്നുള്ളതാണ്. അതിരാവിലെ എന്നുള്ളത് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് ആ സമയമെങ്ങും പറഞ്ഞിട്ടില്ല. വൈകിട്ട് 6 മണിക്ക് ശേഷം ഏത് സമയവും, അതിന് മുമ്പൊക്കെ ഇല്ല. 6 മണിക്ക് ശേഷം അതാണ് 1-ാം ദിവസം ആരംഭിക്കുന്നത്. ആ 1-ാം ദിവസത്തെ ആരംഭത്തിന് ശേഷം ഏത് സമയത്തും കർത്താവിന് പുറത്തു വന്നേക്കും. അടുത്ത ദിവസം അതിരാവിലെയാണ് സ്ത്രീകൾ കണ്ടത്, അത് വേറെ കാര്യം. മറ്റൊന്ന്, സാധാരണ നമ്മൾ പ്രാസംഗികരൊക്കെ അങ്ങടിച്ച് സംസാരിച്ച് മുൻപോട്ട് പോകുമ്പോൾ പറയാറുള്ള ഒരു പ്രയോഗമാണ് റോമൻ ആ മുദ്രയെ പൊട്ടിച്ച് കർത്താവ്. കേട്ടിട്ടുണ്ടോ? നാം ഒന്ന് ഓർക്കേണ്ടത്, കർത്താവ് ആ മുദ്രയെ ഒന്നും ചെയ്യാതെ പുറത്ത് വന്നത്. ആ മുദ്രയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കല്ലൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കല്ല് നീക്കിയല്ല അവൻ വന്നത്. ആ ശരീരം, ഉയർപ്പിൻ ശരീരം കല്ല് നീക്കാതെ തന്നെ പുറത്ത് വരാനായിട്ട് നോക്കും. അത് ദൂതനാണ് അടുത്ത ദിവസം ഉരുട്ടി മാറ്റിയത്, സ്ത്രീകൾക്ക് വേണ്ടി ഉരുട്ടി മാറ്റിയത്. ഇതൊക്കെയാ പറഞ്ഞ് ഉണ്ടല്ലോ സംശയമുണ്ടാകുന്നത്. അത് തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്, എല്ലാം വ്യത്യസ്തമായിട്ടുള്ളത്. അത് ദൂതൻ സ്ത്രീകൾക്ക് വേണ്ടി വന്ന് കാണുക, അവനിവിടെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാണിക്കണമെങ്കിൽ കല്ലുരുട്ടി മാറ്റണം, അതിനുവേണ്ടി ചെയ്തതാണ്. കർത്താവ് പുറത്തു വരുവാൻ അതിൻ്റെ ആവശ്യമില്ല. വേറൊന്ന്, ഇത് വിശദീകരിക്കുവാൻ സമയം പോരാ. കർത്താവിൻ്റെ ഉയർപ്പിൻ ശരീരം തൻ്റെ പഴയ ശരീരവുമായി പല സാമ്യങ്ങളുണ്ടായിരുന്നു. അതേസമയം പഴയ ശരീരത്തിൽ നിന്നും ചില വ്യത്യാസങ്ങളുമുണ്ടായിരുന്നു. സാമ്യങ്ങളുണ്ടായിരുന്നു, വ്യത്യാസങ്ങളുമുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു സാമ്യങ്ങൾ? ആണിപ്പാടുണ്ടായിരുന്നു, മാംസവും അസ്ഥിയുമുള്ളതായിരുന്നു, ഭക്ഷിക്കാമായിരുന്നു, ശബ്ദത്തിൽ വ്യത്യാസമില്ലായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാം?
മറിയെ എന്നവൻ വിളിച്ചു. ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, റബ്ബുനി എന്ന് വിളിച്ചു. ഓർക്കുന്നുണ്ടല്ലോ ശബ്ദം. ഭക്ഷണ രീതി പഴയത് തന്നെയായിരുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം താൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി, നുറുക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായി, എന്ത്, ഇത് കർത്താവാ. എങ്ങനെ മനസ്സിലായി? ആ രീതി, പഴയ രീതി മനസ്സിലാവുന്നുണ്ടല്ലോ. ആ പഴയ രീതി. വ്യത്യാസങ്ങൾ എന്തെല്ലാമായിരുന്നു? രക്തരഹിതമായിരുന്നു. പിന്നെ രണ്ടാമത്, ഭൗതിക വസ്തുക്കൾക്കുള്ളിലൂടെ പോകുവാൻ കഴിയുമായിരുന്നു. തടസ്സമായി കരരൂപങ്ങൾ, കരവസ്തുക്കൾ ഇരുന്നിരുന്നില്ല. പിന്നെ അത് പ്രത്യക്ഷമാകുവാനും അപ്രത്യക്ഷമാകുവാനും സാധ്യമായിരുന്നു. ഭക്ഷണത്തിനാവശ്യമില്ലായിരുന്നു, അതേസമയം വേണമെങ്കിൽ ഭക്ഷിക്കാമായിരുന്നു. ഓക്കെ, പെട്ടെന്ന് എഴുതിയാട്ടെന്നല്ലേ. സാമ്യങ്ങൾ ആദ്യം എഴുതുക. മാംസവും അസ്ഥിയുമുള്ളതായിരുന്നു. ലൂക്കോസ് 24:39-40. മാംസവും അസ്ഥിയുമുള്ളതായിരുന്നു. ലൂക്കോസ് 24:39-40. 24:39-40. മറ്റൊന്ന് ഇതുവരെ ഇപ്പം ഞാൻ പറയാത്തത്, ഊതുവാൻ സാധിക്കുമായിരുന്നു കർത്താവിന്. ഓർക്കുന്നുണ്ടല്ലോ, അവൻ അവരുടെ മേൽ ഊതി. അപ്പോൾ അതെഴുതിക്കൊള്ളുക, ഊതുവാൻ സാധ്യമായിരുന്നു. യോഹന്നാൻ 20:22. ഭക്ഷിച്ചു. ലൂക്കോസ് 24:30-33 വരെ. ലൂക്കോസ് 24:30-33 വരെ. ആണിപ്പാടുകൾ, വിലാവിലെ മുറിവുകൾ. യോഹന്നാൻ 20:25-29 വരെ. യോഹന്നാൻ 20:25-29 വരെ. ശബ്ദം, യോഹന്നാൻ 20:16. ഭക്ഷണ രീതി, ലൂക്കോസ് 24:30-31 വരെ. ലൂക്കോസ് 24:30-31 വരെ. ഇത്രയുമാണ് സാമ്യങ്ങൾ. ഇനി വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങൾ എന്ന് എഴുതുക. വ്യത്യാസങ്ങൾ. രക്തരഹിതമായിരുന്നു. ലൂക്കോസ് 24:39-40. ലൂക്കോസ് 24:39-40. ഭൗതിക വസ്തുക്കളിലൂടെ കടന്നു പോകാമായിരുന്നു. ഭൗതിക വസ്തുക്കളിലൂടെ കടന്നു പോകാമായിരുന്നു. ലൂക്കോസ് 24:36. ലൂക്കോസ് 24:36. പ്രത്യക്ഷനാകുവാനും അപ്രത്യക്ഷനാകുവാനും സാധ്യമായിരുന്നു. ലൂക്കോസ് 24:15. ഭക്ഷണത്തിനാവശ്യമില്ലായിരുന്നു. പിന്നെ വേറെ ഒന്നുകൂടി എഴുതുക. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒടുവിലത്തെ 1-2 റെഫറൻസസ് ഇല്ല. അത് പല ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇനിയും അടുത്തത് നോക്കുക. ഉയർപ്പിന് തെളിവുകൾ. ഉയർപ്പിനുള്ള തെളിവുകൾ. ഒന്ന്, പ്രത്യക്ഷതകൾ. പ്രത്യക്ഷതകൾ. തിരുവചനത്തിലെ കണക്ക് നോക്കിയാൽ 11 പ്രത്യക്ഷതകൾ കർത്താവ് നൽകി. ഉയർപ്പിന് ശേഷമുള്ള 11 പ്രത്യക്ഷതകൾ. ആ കണക്കെല്ലാം എടുത്ത് നോക്കിയാലാണ്ട് 549 പേർക്ക് താൻ പ്രത്യക്ഷനായി. 549 പേർക്ക്. അതെ, അതിൽ ഒരു പ്രാവശ്യം 500 പേർക്കായിരുന്നു. പിന്നെ ബാക്കി 49 പേർ. ഓർക്കുന്നുണ്ടല്ലോ. 1 കൊരിന്ത്യരിലും അതുപോലെ മത്തായി സുവിശേഷമൊക്കെ ആദ്യം എഴുതിയ മർക്കോസിൻ്റെ സുവിശേഷമൊക്കെ നോക്കിയാൽ തെളിവായി ക്രിസ്തു ഉയർത്തു എന്നുള്ളതിന് തെളിവായിട്ട് പ്രത്യക്ഷതകളായിരുന്നു എടുത്തു പറഞ്ഞിരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ.
1 കൊരിന്ത്യർ 15-ാം അധ്യായമൊക്കെ നാം കാണുന്നത് പ്രത്യക്ഷതകൾ മാത്രമാണ് പറയുന്നത്. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അത് മാത്രം പറയുവാൻ പോരാ, അത് മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ കൂടുതൽ തെളിവുകൾ നൽകേണ്ട ആവശ്യം വന്നു. അപ്പോഴാണ് ഒഴിഞ്ഞ കല്ലറയുടെ തെളിവ് നൽകുവാനായിട്ട് തുടങ്ങിയത്. ഒഴിഞ്ഞ കല്ലറ, മത്തായി സുവിശേഷം 28-ാം അധ്യായം 5-6, അവനിവിടെയില്ല, വന്ന് കാണുവിൻ. ഓർക്കുന്നുണ്ടല്ലോ? എന്നാൽ ഒരു കാലം വന്നു, ആ തെളിവിലും അധികം തെളിവ് നൽകുവാനായിട്ട് ആവശ്യമായി വന്നു. അപ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നാം കാണുന്നത് റൂമാലും ശീലകളും കിടക്കുന്ന ആ തെളിവ്. യോഹന്നാൻ 20:5-7 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28-5-6. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ആദ്യത്തെ എഴുത്തുകളിൽ പ്രത്യക്ഷതകളാണ് തെളിവായി കൊടുത്തിരുന്നത്. എന്നാൽ പിന്നീട് അതിലധികം കൊടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഒഴിഞ്ഞ കല്ലറയുടെ തെളിവ് നൽകുവാനായിട്ട് തുടങ്ങി. എന്നാൽ അതിനും ശേഷം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതുന്നത്. അപ്പോൾ കുറെ കൂടി വ്യക്തമായ തെളിവ് എന്താണ്? റൂമാൽ, അതുപോലെ ആ തുണികളൊക്കെ അതേ ശീലകളൊക്കെ അതേ നിലയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ആരെങ്കിലും ഈ ശരീരം എടുത്തുകൊണ്ട് പോയതാണെങ്കിൽ ശീലകൾ അവിടെ ഇട്ടേച്ച് പോവുകയില്ല, ശീല കൊണ്ടേ പോവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഈ തെളിവുകൾ അവർ കൂടുതൽ ചിന്തിച്ച് ദൈവം അവർക്ക് നൽകിയതനുസരിച്ച് ആവശ്യാനുസരണം നൽകിക്കൊണ്ടിരുന്നതാവാം. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരുമ്പോഴേക്കും ഈ കാര്യകാരണ സഹിതമുള്ള തെളിവുകൾ നൽകേണ്ട ആവശ്യം ഉണ്ടായി. ഇതിനെ ചോദ്യം ചെയ്യുന്ന അനേവരും യഹൂദന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടതായിട്ടുള്ള തെളിവുകൾ നൽകേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഈ 3 തെളിവുകളാണ് ഉയർപ്പിനായിട്ട് നൽകിയിരിക്കുന്നതായി നാം കാണുന്നത്. ഇനിയും ഉയർപ്പിൻ്റെ സാധ്യതകൾ. ഒന്ന്, അത് കർത്താവിൻ്റെ ദൈവത്വത്തെ തെളിയിക്കുന്നു. റോമർ 1:4-5 ദൈവപുത്രൻ എന്ന് ശക്തിയോട് തെളിയിച്ചു എന്ന് ഉയർപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്. റോമർ 1:4-5 വാക്യങ്ങൾ. പാപപരിഹാരം വരുത്തിയതിനുള്ള തെളിവ്. ഉയർപ്പൊരു തെളിവുമായിരുന്നു. പാപങ്ങൾക്കുമേൽ വിജയം കർത്താവ് വരിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ്. അവൾ പാപപരിഹാരം വരുത്തി എന്നുള്ളതിൻ്റെ തെളിവ്. കർത്താവ് ഉയർത്തിട്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആര് ജയിച്ചു? പാപം ജയിച്ചു, മരണം ജയിച്ചുവെങ്കിൽ പാപപരിഹാരം വന്നില്ല, അല്ലേ? അപ്പോൾ ഉയർപ്പ് ആവശ്യമായിരുന്നു. ഉയർപ്പ് ഇക്കാര്യത്തെ തെളിയിക്കുന്നതായിരുന്നു. എന്ത് കാര്യത്തെ? പാപപരിഹാരമായി. അവിടെ 1 കൊരിന്ത്യർ 15:17 എഴുതുക. 1 കൊരിന്ത്യർ 15:17. റോമർ 4:25 5:1. 3. വിശ്വാസികളുടെ ഉയർപ്പിന് ഉറപ്പാണ് യേശുവിൻ്റെ ഉയർപ്പ്. വിശ്വാസികളുടെ ഉയർപ്പിന് ഉറപ്പ്. 1 കൊരിന്ത്യർ 15:23. വിശ്വാസികളുടെ ഉയർപ്പിന് ഉറപ്പ് എന്ന് വെച്ചാൽ അവൻ ഉയർത്തുവെങ്കിൽ നാമും മരിച്ചാലും ഉയർക്കുമെന്നുള്ളത്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവേങ്കിൽ. ഓർക്കുന്നുണ്ടല്ലോ? അപ്പോൾ അവൻ്റെ ഉയർപ്പ് നമ്മുടെ ഉയർപ്പിനെ ഉറപ്പിക്കുന്നതാണ്. അതിന് തെളിവാണ് 1 കൊരിന്ത്യർ 15:23. 2 വാക്യങ്ങൾ കൂടി എഴുതിക്കൊള്ളുക അവിടെ തന്നെ. 2 കൊരിന്ത്യർ 4:14. 1 തെസ്സലോനിക്കർ 4:14. 1 തെസ്സലോനിക്കർ 4:14. 1 കൊരിന്ത്യർ 15:23, 2 കൊരിന്ത്യർ 4:14, 1 തെസ്സലോനിക്കർ 4:14. കിട്ടിയല്ലോ അല്ല, അല്ലേ? ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. നാം അല്പം കൂടെ പെട്ടെന്ന് പോകണം. യേശു ക്രിസ്തുവിൻ്റെ വർത്തമാനകാല ശുശ്രൂഷ. ഇന്ന് അവൻ എന്ത് ചെയ്യുന്നു? കർത്താവിന് 3 ശുശ്രൂഷകളുണ്ട്. കർത്താവിന് 3 ശുശ്രൂഷകളുണ്ട്. 1, അവൻ പുരോഹിതൻ. 2, അവൻ പ്രവാചകൻ. 3, അവൻ രാജാവ്. ഈ 3 ശുശ്രൂഷകളെയും ചേർത്തുള്ള പഴയ നിയമത്തിൽ ഒരു വാക്കൊന്ന് പറയാമോ? ഈ 3 ഓഫീസസും ഈ 3 ശുശ്രൂഷകളും ചേർത്ത് ഉൾക്കൊള്ളിക്കുന്ന പഴയ നിയമത്തിലെ ഒരു വാക്ക്.
പുരോഹിതൻ, പ്രവാചകൻ, രാജാവ്. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായല്ലോ. ഈ 3 പ്രയോഗങ്ങൾ അല്ലെങ്കിൽ 3 വാക്കുകൾ, 3 പദവികൾ, ശുശ്രൂഷകൾ, അവയെ 3നെയും ഉൾക്കൊള്ളിച്ചുള്ള പഴയ നിയമത്തിലെ ഒരു വാക്ക് അഭിഷിക്തൻ. അഭിഷിക്തൻ. രാജാവ് അഭിഷിക്തനായിരുന്നു, പുരോഹിതൻ അഭിഷിക്തനായിരുന്നു, പ്രവാചകൻ അഭിഷിക്തനായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 3 കൂട്ടരെയും അഭിഷിക്തരെന്ന് നമുക്ക് വിളിക്കാം. ഇനി മറ്റൊരു ചോദ്യം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അഭിഷിക്തൻ എന്ന ഒരു നാമം, ആ നാമം ഏതാ? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായോ? പുതിയ നിയമത്തിൽ ഒരു നാമം, അതിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. ഏതാ നാമം? ക്രിസ്തു. ക്രിസ്തു എന്ന് വെച്ചാൽ അഭിഷിക്തൻ, മശിഹ. ഇതിൻ്റെ എല്ലാം അർത്ഥം അഭിഷിക്തൻ എന്ന. ക്രിസ്തു എന്ന വാക്കിൻ്റെയും അതുപോലെ മശിഹ എന്ന വാക്കിൻ്റെയും ഒക്കെ അർത്ഥം അഭിഷിക്തൻ എന്ന. അപ്പോൾ കർത്താവിന് ഈ 3 ശുശ്രൂഷകളുമുണ്ട്. അവൻ പ്രവാചകനാണ്, അവൻ പുരോഹിതനാണ്, അവൻ രാജാവാണ്. പ്രവാചകൻ എന്നുള്ള നിലയിൽ അവൻ്റെ ശുശ്രൂഷകൾ ഇന്ന് എന്തെല്ലാമാ? ഇന്നത്തെ ശുശ്രൂഷയാണ് നാം ഓർക്കുന്നത്. പ്രവാചകൻ എന്ന നിലയിൽ അവൻ്റെ ശുശ്രൂഷ എന്ത്? എഴുതിക്കൊള്ളുക. 1, പ്രവാചക ശുശ്രൂഷ. ആവർത്തനം 18:15. ആ ഭാഗം നാം നോക്കുമ്പോൾ നിന്നെ പോലെ മറ്റൊരു പ്രവാചകനെ അയക്കുമെന്നുള്ള ആ വാക്കുകളാണ്. അല്ലെങ്കിൽ മോശയെ പോലെ ഒരു പ്രവാചകൻ വരുന്ന കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. ആവർത്തനം 18:15. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഒരു പ്രവാചകനായി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൻ്റെ പ്രവാചക ശുശ്രൂഷയ്ക്ക് 4 ഘട്ടങ്ങളുണ്ട്. ഒരു പ്രവാചകനെ അയക്കുമെന്നുള്ള ആ കാര്യം ഞാനിപ്പോൾ പറഞ്ഞതല്ല. കർത്താവിന് പ്രവാചക ശുശ്രൂഷയുണ്ട്. അത് വ്യക്തമായല്ലോ. കർത്താവിന് പ്രവാചക ശുശ്രൂഷയുണ്ട്. അവൻ അഭിഷിക്തനാണ്. അഭിഷിക്തൻ എന്നുള്ള വാക്കിൽ അടങ്ങിയിരിക്കുന്നതാണ് പ്രവാചക ശുശ്രൂഷയും. ഇനിയും ആ പ്രവാചക ശുശ്രൂഷയുടെ 4 ഘട്ടങ്ങൾ, അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടല്ലോ. ആ പ്രവാചക ശുശ്രൂഷയുടെ 4 ഘട്ടങ്ങൾ. 1, ജഡാവതാരത്തിന് മുൻപ് യഹോവയുടെ ദൂതനായും മറ്റു പ്രത്യക്ഷതകൾ മുഖാന്തരവും തനിക്കുള്ളവരോട് സംസാരിച്ചു. പ്രവാചക ശുശ്രൂഷ വചനം നൽകുന്നതാണല്ലോ. അപ്പോൾ യഹോവയുടെ ദൂതൻ എന്നുള്ള നിലയിലും അതുപോലെ മറ്റു പ്രത്യക്ഷതകളിലൂടെയും കർത്താവ് മനുഷ്യരോട് തൻ്റെ വചനം നൽകി. തിരുവചനം നാം വായിക്കുമ്പോൾ വിശ്വാസികളെല്ലാം അഭിഷിക്തരാണ്, ക്രിസ്തു മുഖാന്തരം. ഓക്കെ. 2, ജഡാവതാരം മുതൽ പരസ്യ ശുശ്രൂഷ വരെ അല്ലെങ്കിൽ 30 വർഷം തൻ്റെ ജീവിതത്തിലൂടെ അവൻ പ്രവാചക ശുശ്രൂഷ നിറവേറ്റി. ജഡാവതാരം മുതൽ ക്രൂശ് മരണം വരെ, പരസ്യ ശുശ്രൂഷ വരെ, ജഡാവതാരം മുതൽ പരസ്യ ശുശ്രൂഷ വരെ തൻ്റെ ജീവിതത്തിലൂടെ 30 വർഷം തൻ്റെ ജീവിതത്തിലൂടെ പിതാവിനെ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തുന്നതും പ്രവാചക ശുശ്രൂഷയിൽപ്പെട്ടതാണല്ലോ. 3, പരസ്യ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പിതാവിനെ വെളിപ്പെടുത്തി. പരസ്യ ശുശ്രൂഷ കാലയളവിൽ, അതായത് ആ 3.5 വർഷം തൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പിതാവിനെ വെളിപ്പെടുത്തി. 4, അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് മുഖാന്തരം തൻ്റെ ജനങ്ങളിലൂടെ വചനം നൽകുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം ആത്മാവ് മുഖാന്തരം തൻ്റെ ജനത്തിലൂടെ വചനം നൽകുന്നു. അതിന്ന് നടക്കുന്ന ശുശ്രൂഷയാണ്. സ്വർഗാരോഹണത്തിന് ശേഷം ആത്മാവ് മുഖാന്തരം തൻ്റെ ജനത്തിലൂടെ വചനം നൽകുന്നു. ഇന്നത്തെ വചനഘോഷണമാണ് അതിൽ കാണുന്നത്. അതും പുത്രൻ്റെ ശുശ്രൂഷയാണ്. അവൻ നമ്മിലൂടെ ചെയ്യുക. സ്വർഗാരോഹണത്തിന് ശേഷം ആത്മാവ് മുഖാന്തരം തൻ്റെ ജനത്തിലൂടെ വചനം നൽകുന്നു. ഇനി 2ാമത്തെ എഴുതിയായിട്ട് പൗരോഹിത്യ ശുശ്രൂഷ. അഹരോന്യ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിനൊരു നിഴൽ. അഹരോന്യ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ നിഴൽ. എബ്രായർ 5. അഹരോന്യ പൗരോഹിത്യം എന്നുള്ള പ്രയോഗം മനസ്സിലായല്ലോ.
അഹരോൻ്റെയും തൻ്റെ മക്കളുടെയും ആ പൗരോഹിത്യത്തെ അത് കുറിക്കുന്നതാണ്. അഹരോന്യ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് നിഴൽ. എന്നാൽ കർത്താവിൻ്റെ പൗരോഹിത്യ ക്രമം മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാണ്. എന്നാൽ കർത്താവിൻ്റെ പൗരോഹിത്യ ക്രമം മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാണ്. ഇത് ആ ക്രമപ്രകാരമുള്ളതെന്നൊക്കെ പറയുമ്പോൾ മൽക്കിസദേക്കിനെ കുറിച്ചും തൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചുമുള്ള വിശദീകരണങ്ങൾ നോക്കിയാൽ അത് കർത്താവിൻ്റെ പൗരോഹിത്യത്തെ ഓർപ്പിക്കുന്നതാണ്. ചില സാമ്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. എന്തൊക്കെ പിന്നെ നിങ്ങൾ എബ്രായ ലേഖനം വായിച്ച് പഠിച്ചോട്ടാൽ മതി. 7-ാം അധ്യായമൊക്കെ വായിച്ചാൽ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ക്രമത്തിലുള്ളതാണ് ഇവിടെ ഒന്ന് ഓർപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് അവൻ നമുക്കായി പക്ഷവാദം ചെയ്യുന്നു. റോമർ 8:34. അതെ 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 ഇന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. റോമർ 8:34. 2, പ്രവേശനത്തിന് ധൈര്യം നൽകുന്നു. പ്രവേശനത്തിന് ധൈര്യം നൽകുന്നു. എബ്രായർ 19 മുതൽ 22 വരെ. എബ്രായർ 10:19 മുതൽ 22 വരെ. 3, നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഉറപ്പ് നൽകുന്നു. നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഉറപ്പ് നൽകുന്നു. പുതിയ നിയമത്തിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് വിശ്വാസികൾക്ക് എല്ലാവർക്കും പൗരോഹിത്യമുണ്ട്. ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും പൗരോഹിത്യമുണ്ട്. ചില പൗരോഹിതന്മാർ എന്ന് പറഞ്ഞ ഒരു ഗണം വേർതിരിച്ചിട്ടില്ല. റെഫറൻസ് എഴുതിക്കൊള്ളുക. വെളിപ്പാട് 1:5, 1 പത്രോസ് 2:5-9. ഇനി 3, രാജത്വ ശുശ്രൂഷ. രാജത്വ ശുശ്രൂഷ. കർത്താവ് ഇന്ന് സകലത്തിനും മീതെ രാജാവായിരിക്കുന്നു. അത് എഴുതിക്കൊള്ളുക. എഫേസ്യ 1:22. 1:22. സകലത്തിനും മീതെ രാജാവിരിക്കുന്നു. എഫേസ്യർ 1:22. വേറെയും പല വാക്യങ്ങളോട് നാം എല്ലാ വാക്യങ്ങളിലേക്കും അങ്ങനെ പോകുന്നില്ല. സകലത്തിനും തലയാക്കി എന്നുള്ള പ്രയോഗങ്ങളൊക്കെ അവിടെ നാം കാണുന്നത്. അവൻ തനിക്കുള്ളവർക്ക് കർത്താവുമാണ്. അവൻ തനിക്കുള്ളവർക്ക് കർത്താവുമാണ്. ഇനി അടുത്ത ഒടുവിലത്തെ ടോപ്പിക്കൂടെ ഞാൻ കൊണ്ടുവരിക. വീണ്ടും വരുന്ന ക്രിസ്തു, ക്രിസ്തുവിൻ്റെ 2ാം വരവ്. 7ാമത്തേതായത് വിഷയം, അടുത്ത വിഷയമാണ്. 7ാമത്തേതാ വീണ്ടും വരുന്ന ക്രിസ്തു. 6ാമത്തെയോ 7ാമത്തെയോ? 6ാമത്തെയാണ് തോന്നില്ലേ? വീണ്ടും വരവ്. ഒരു 2-3 സെൻറ്റൻസിൽ നാം ഇത് നിർത്തേണ്ടതായിട്ടിരിക്കുന്നു. യോഹന്നാൻ 14:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എഴുതുക. യോഹന്നാൻ 14:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 14:1 മുതൽ 3 വരെ. ലോകജനത്തെ പൗലോസ് 3ആയി വിഭജിക്കുന്നു. ലോകജനത്തെ പൗലോസ് 3ആയി വിഭജിക്കുന്നു. 1 കൊരിന്ത്യർ 10:32. 1 കൊരിന്ത്യർ 10:32. ജാതി, യഹൂദൻ, സഭ. ഈ മൂന്ന് കൂട്ടർക്കും തൻ്റെ വരവ് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. ഈ 3 കൂട്ടർക്കും തൻ്റെ വരവ് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും. അടുത്ത എഴുതുക. 1, ജാതികൾക്ക്. അടുത്ത അതിൻ്റെ താഴെയായിട്ട് എഴുതുക. ഇവർക്ക് അവൻ്റെ വരവ് തകർക്കുന്ന കല്ല് സമാനമായിരിക്കും. കല്ല് സമാനമായിരിക്കും. ദാനിയേൽ 2:34-35. ദാനിയേൽ 2:34-35, 44-45. ഈ വാക്യങ്ങൾ നാം നോക്കുമ്പോൾ നെബൂഖദ്നേസറിൻ്റെ ആ ബിംബം ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ഓർക്കുന്നുണ്ടല്ലോ. ആ കല്ലാണിത്. അപ്പോൾ അത് ജാതികളുടെ ഒരു ചിത്രമാണ് ആ ബിംബം. ഓർക്കുന്നുണ്ടല്ലോ. ബാബിലോൺ, പാസ്യ, ഗ്രേക്ക് രാജ്യം, റോമ രാജ്യം, ഇവയുടെയൊക്കെ ചിത്രമാണ് ആ പ്രതിമയിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിമയെ ധൂളിയാക്കുന്ന കല്ലാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കല്ല് കർത്താവിൻ്റെ രാജ്യവും കർത്താവെന്ന രാജാവിനെയും അത് കാണിക്കുന്നതാണ്. രാജാവും രാജ്യവും. അപ്പോൾ ആ കല്ല് കർത്താവിൻ്റെ ഒരു ചിത്രമാണ്, തകർക്കുന്ന കല്ല്. 2, ഇസ്രായേലിന് ഇസ്രായേൽ. 2, ഇസ്രായേൽ. അതിൻ്റെ താഴെയായിട്ട് എഴുതുക. ഇസ്രായേൽ. മലാഖി 4:2. ഇസ്രായേലെന്നോ യഹൂദനെന്നോ 2 പറഞ്ഞാലും കുഴപ്പമില്ല.
മലാഖി 4:2. നീതിസൂര്യനായി അവൻ അവർക്ക് വെളിപ്പെടുന്നു. നീതിസൂര്യൻ, മലാഖി 4:2. ഇനി 3, സഭ. സഭയ്ക്ക് അവൻ ശുഭ്രമായ ഉദയനക്ഷത്രമായി വെളിപ്പെടുന്നു. ശുഭ്രമായ ഉദയനക്ഷത്രം. വെളിപ്പാട് 22:16. വെളിപ്പാട് 22:16. ശുഭ്രമായ ഉദയനക്ഷത്രം. എന്താ ഈ ഉദയനക്ഷത്രം? പ്രഭാതത്തിൽ ഉദിക്കുന്ന ഒരു നക്ഷത്രമാണ്. പ്രഭാതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ചക്രവാളത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ്. വെളിപ്പാട് 22:16. അപ്പോൾ നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ. ഏതാണ് ആദ്യം വരുന്നത്? ഉദയനക്ഷത്രമാണോ അതോ നീതിസൂര്യനാണോ? നക്ഷത്രമാണോ? ഈ ഉദയനക്ഷത്രമാണോ നീതിസൂര്യനാണോ ആദ്യം ഉദിക്കുന്നത്? ഉദയനക്ഷത്രം. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ഉദയനക്ഷത്രം വേദപഠിതാക്കൾ വിചാരിക്കുന്നത് അതൊരു നക്ഷത്രമല്ലത്, അതൊരു ഗ്രഹമാണെന്നാണ്. വീനസ് ഗ്രഹമുണ്ടല്ലോ, ആ വീനസ് ഗ്രഹമാണ് ഈ ഉദയനക്ഷത്രം പോലെ ഈ ചക്രവാളത്തിൽ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നേരം വെളുക്കുന്നതിന് മുൻപുള്ളതാണ് ഈ നക്ഷത്രം, ഉദയനക്ഷത്രം. ഓക്കെ, അത് കാണുമ്പോൾ അറിയാം നേരം വെളുക്കാറായി, സൂര്യൻ ഉദിക്കാറായി. പിന്നാണ് നീതിസൂര്യനായ കർത്താവ് വെളിപ്പെടുന്നത്. ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ക്രമങ്ങളെ കാണിക്കുന്നതാണ്. അവൻ ഉദയനക്ഷത്രമായി വരുന്നത് അവൻ്റെ ആകാശത്തിൽ തൻ്റെ ജനത്തിനായിട്ട് വരുന്ന വരവിനെ അത് കുറിക്കുന്നതാണ്. സഭയെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും. പിന്നെ 7 വർഷത്തിന് ശേഷം സഭയുമായി അല്ലെങ്കിൽ തൻ്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് അവൻ വരുന്ന രംഗമാണ് മഹത്വ പ്രത്യക്ഷത. അപ്പോൾ നീതിസൂര്യനായിട്ടുള്ള അവൻ്റെ പ്രത്യക്ഷതയെ ഓർപ്പിക്കുന്നത് ആ മഹത്വ പ്രത്യക്ഷതയാണ്. വ്യക്തമാണല്ലോ. ഈ ഒടുവിലത്തതൊക്കെ വളരെ ചുരുക്കുകയായിരുന്നു. പക്ഷേ ഈ വാക്യമൊക്കെ നോക്കി വേദപുസ്തകത്തെ ആ വാക്യമൊക്കെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതിൻ്റെ നോട്ട് ഞാൻ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഇതിനേക്കാളും അല്പം കൂടെ വിശദമായിട്ട് അതിനുള്ളിൽ കാണും. അപ്പോൾ അത് കിട്ടുമ്പോൾ ഇതുമായിട്ട് നോക്കി ഇതിനോട് ചേർത്ത് ചെയ്യേണ്ടതൊക്കെ ചേർത്തെഴുതുക. ഒരുപാട് നോട്ട് മിസ്സിങ്ങാ. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പലതും മിസ്സിംഗ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. എന്നാൽ നാം പഠിച്ച ഈ ചുരുങ്ങിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, ഈ 6 മണിക്കൂർ കൊണ്ട് നാം കണ്ട ഈ കാര്യങ്ങൾ, ഇതൊക്കെ ഒത്തിരി വിശദീകരിക്കാവുന്നതാണ്. വളരെ വിശദീകരിക്കാതെ നാം പോവുകയായിരുന്നു. എന്നാൽ ഈ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ നമുക്ക് പ്രോത്സാഹനമായിരിക്കും. ഓക്കെ, കാരണം കർത്താവിനെക്കുറിച്ചുള്ള പഠനമാണ്. അവിടെ ചെന്നാലും പഠിക്കേണ്ടതായി ഇതൊക്കെ. അപ്പോൾ ഇവിടെ തന്നെ കുറേ ഒന്ന് പ്രിപ്പയർ ആയി പോയാൽ അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി എളുപ്പമായിരിക്കും പഠിക്കാൻ.